നമസ്കാരം. ഇത് ആദ്യമായി മാർക്ക് ഫെല്ലറും ഊജിയും ഉൾപ്പെടെയുള്ള സകല ആളുകളും ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ നിയന്ത്രിക്കുന്ന വ്യക്തിയെ കാണുകയാണ്. ആ ജെയിന്റിനെ ശരിക്കും ഒരു ജെയിന്റ് തന്നെയാണ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ ജെയിന്റ് തന്നെ എതിർക്കുന്ന കറുത്ത വേഷം ധരിച്ച ഊജി ഒന്ന് നോക്കി. ഊജിയെ ഒന്ന് നോക്കിയ ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ നിയന്ത്രിതാവ് പെട്ടെന്നാണ് അയാളുടെ കൈകൾ ഒരു പ്രത്യേക ആംഗിളിൽ ചലിപ്പിക്കുന്നത്. ശരിക്കും ആ ചലനം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അയാളുടെ തൊട്ടു മുന്നിൽ ഒരുപാട് നക്ഷത്രങ്ങൾ രൂപീകരിക്കപ്പെടുകയാണ്. കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾ അയാളുടെ മുന്നിൽ ഏതാണ്ട് പിറന്ന് വീഴുന്ന അതേ ശൈലിയിലാണ് അവിടെ ഉണ്ടായത്. ഒരുപാട് നക്ഷത്രങ്ങൾ അയാൾക്കും ഊജി നിൽക്കുന്നതിനും ഇടയിൽ ഇഷ്ടം പോലെ അങ്ങനെ പൊട്ടിമുളയ്ക്കുകയാണ്. ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിനകത്ത് ശരിക്കും ഒരു മായാജാലം ആ ജെയിന്റ് സൃഷ്ടിച്ചു എന്ന് പറയാം. ആ നക്ഷത്രങ്ങൾ ഒന്നൊന്നായി അവിടെ ഉണ്ടായി വന്നതും ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ ആ ജെയിന്റ് രണ്ട് കൈകൾ കൊണ്ടും ആ നക്ഷത്രങ്ങളെ ഇങ്ങനെ വാരിയെടുത്ത് പെട്ടെന്ന് ഒരൊറ്റയേറി. ശരിക്കും ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടായതുപോലെ പെട്ടെന്ന് ആ എൻറ്റിയർ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിനകത്തും ആ മിസ്റ്റിക് വേൾഡിനകത്ത് ഒരു പുതിയ ആകാശവും ആ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ ഉണ്ടായി. ഒരു മിസ്റ്റിക് വേൾഡ് ആണ് യഥാർത്ഥത്തിൽ ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു പുതിയ ആകാശത്ത് നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ആ നക്ഷത്രങ്ങൾ അവിടെ മുഴുവൻ നിറഞ്ഞതും ആ എൻറ്റിയർ മേഖലയുടെയും നിയന്ത്രണം പൂർണ്ണമായും ആ ജെയിന്റിന്റെ കയ്യിലേക്ക് വന്നു. അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരി നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ജെയിന്റ് കൈ ഒന്നുകൂടി അനക്കിയതും ആ നക്ഷത്രങ്ങളിൽ നിന്ന് പ്രകാശരശ്മികൾ താഴേക്ക് പതിച്ചു തുടങ്ങി. ശരിക്കും ആയിരക്കണക്കിന് ആയുധങ്ങളെ ആകാശത്ത് പ്രതിഷ്ഠിച്ച ഒരു മെക്കാനിസമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നക്ഷത്രങ്ങളിൽ നിന്ന് നമുക്ക് തോന്നുന്ന ആ സംഭവങ്ങളൊക്കെ അയാളുടെ മാജിക്കൽ ആർട്ടിഫാക്റ്റുകളാണ്. ആ ആകാശം മുഴുവൻ ആ ആർട്ടിഫാക്റ്റുകൾ നിറഞ്ഞതും നക്ഷത്ര രൂപത്തിലുള്ള അവയിൽ നിന്ന് പ്രകാശം താഴേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന പ്രകാശത്തെ ശരിക്കും ആ ജെയിന്റിന് തൻ്റെ വിരൽ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അയാളുടെ വിരലിന്റെ ചലനത്തിനനുസരിച്ച് ആ പ്രകാശം ശരിക്കും താഴേക്ക് വീഴാതെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അതും അന്തരീക്ഷത്തിൽ. എല്ലാ നക്ഷത്രങ്ങളിൽ നിന്നും ആകാശത്ത് നടുക്കുള്ള ഒരു ബിന്ദുവിലേക്ക് സകല പ്രകാശവും കേന്ദ്രീകരിച്ചതും ആ ജെയിന്റ് കൈ ഒന്ന് അനക്കിയതും ആ എൻറ്റയർ പ്രകാശവും ആ ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് അവിടെ നിന്ന് ഒരു മിസൈൽ പോലെ നമ്മുടെ ഊജിക്ക് നേരെ ഒരൊറ്റ വേഗതയിൽ പാഞ്ഞു വരികയാണ്. ശരിക്കും അതൊരു വല്ലാത്ത പ്രതിഭാസമാണ്. അനവധി നക്ഷത്രങ്ങളിൽ നിന്ന് പ്രകാശത്തെ ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഒരു മിസൈൽ കണക്ക് ഊജിക്ക് നേരെ ആ പ്രകാശം പാഞ്ഞു വരുമ്പോൾ ഊജി തൻ്റെ കൈകൾ ഒരു പ്രത്യേക ശൈലി ചലിപ്പിക്കുകയാണ്. ആ കൈകൾ ചലിപ്പിക്കുന്നത് മാർക്ക് ഫെല്ലർ കറക്റ്റ് നോക്കി നിൽക്കുകയാണ്. അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് ഊജിയുടെ ആ കൈയുടെ ചലനം ഉണ്ടാകുന്നത്. ആ ചലനം അങ്ങനെ ഉണ്ടായപ്പോൾ മാർക്ക് മറ്റൊരു രസകരമായ കാര്യം കൂടി കാണുകയാണ്. ഒരൊറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട പ്രകാശത്തെ മിസൈൽ പോലെ വലുതാക്കി ഊജിക്ക് നേരെ അയച്ച ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ ജെയിന്റ് ചെയ്തത് ശരിക്കും റിവേഴ്സ് ആക്കി ഇപ്പോൾ ഊജി കൃത്യമായി കാണുകയാണ്. ഊജിയുടെ മുന്നിലേക്ക് പാഞ്ഞു വരുന്ന ആ പ്രകാശ സോഴ്സ് ചെറിയ പ്രകാശങ്ങളാക്കി വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഊജിക്ക് അതിലെ ഓരോ പ്രകാശ സോഴ്സും ഇപ്പോൾ അറിയാം. ആ അറിവ് ഊജി സംഘടിപ്പിച്ചത് കൈയുടെ ആ ചലനം കൊണ്ടാണ്. ശരിക്കും ഊജി ആ കൈയുടെ ചലനം കൊണ്ട് അവിടെ ഒരു ഡിഡക്ഷനാണ് നടത്തിയിരിക്കുന്നത്. ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കുറേയേറെ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ കുറേയേറെ നിയമാവലികളുടെ അടിസ്ഥാനത്തിലാണ്. ആ നിയമാവലി തന്നെയാണ് ഇവിടെ ഊജി വളരെ വ്യത്യസ്തമായ ശൈലിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ നിയമാവലി കറക്റ്റായി പഠിച്ച ഊജി ആ നിയമാവലി കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിനകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ആ നിയമാവലി കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള ഒരു സംഭവം പെട്ടെന്ന് അവിടെ അവതരിപ്പിക്കുകയാണ്. അനവധി ചെറു രശ്മികളായി പിരിഞ്ഞ് ഊജിക്ക് നേരെ പാഞ്ഞു വന്ന ആ പ്രകാശരശ്മികളെ ഊജിയുടെ ഒരു കൈയനക്കം കൊണ്ട് ദിശ മാറ്റിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച മാർക്ക് കണ്ടു. ഊജിക്ക് നേരെ പാഞ്ഞു വന്ന ആ രശ്മികൾ ഊജിയെ തൊടാതെ വളഞ്ഞ് ഊജി കവർ ചെയ്ത് തിരിച്ച് വന്ന പാതയിലൂടെ മടങ്ങുന്ന മനോഹരമായൊരു കാഴ്ച. അതിവേഗതയിലാണ് ആ മിസൈൽ പോലെ ആ പ്രകാശം പാഞ്ഞു വന്നത്. അത് അനവധി രശ്മികളായി ചിതറി ഊജിയെ റൗണ്ട് ചെയ്ത് വന്ന അതേ പാതയിലൂടെ തിരിച്ച് പാഞ്ഞപ്പോൾ ആകാശത്ത് ആ ജെയിന്റ് സൃഷ്ടിച്ച അതേ കേന്ദ്ര ബിന്ദുവിലേക്ക് ആ പ്രകാശരശ്മികൾ വന്ന് തിരിച്ചൊരൊറ്റ ഇടി. ഒരു കണ്ണജിക്കുന്ന സ്ഫോടനം ആ നിമിഷം ആ ആകാശത്തുണ്ടായി. ആ സ്ഫോടനത്തിന്റെ അനുരണനം നേരെ മുകളിലേക്ക് വ്യാപിച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് ആകാശത്ത് നിരന്ന് ആ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ആ സ്ഫോടനത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മാർക്ക് കണ്ടത്. അത്
ആ ജെയിന്റിനെയും ശരിക്കും ഞെട്ടിച്ചു എന്ന് പറയാം. അയാൾ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്ത ഒരു മാജിക്കൽ ആർട്ടിഫാക്ട് ഉപയോഗിച്ചുള്ള ആ യുദ്ധമുറ നിഷ്പ്രയാസം ഇത് അയാൾ എതിരിട്ട ആള് തകർത്തിരിക്കുന്നു. ആ ജെയിന്റ് ഒരു നിമിഷം ഊജിയെ ഒന്ന് നോക്കി. പെട്ടെന്ന് അയാൾ എന്തോ തിരിച്ചറിഞ്ഞതുപോലെ ആ നിമിഷം തന്നെ അവിടെ നിന്ന് അതിവേഗം അങ്ങ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ അപ്രത്യക്ഷമാകുന്ന ആ സമയത്ത് അയാളുടെ മുഖത്ത് ഒരു ഭയം ദൃശ്യമാണ്. മാർക്കിന് അത് കൃത്യമായി കാണാനും പറ്റി. ആ ജെയിന്റ് പാഞ്ഞു പോകുന്ന ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന ഊജി അയാൾ മടങ്ങിക്കഴിഞ്ഞതും മാർക്ക് ഫെല്ലർക്ക് നേരെ തിരിഞ്ഞു. മാർക്ക്, എന്റെ ഡിവൈൻ സെൻസിൽ അവശേഷിച്ച ഊർജമാണ് ഞാനിപ്പോൾ ഉപയോഗപ്പെടുത്തിയത്. ഇനി എനിക്ക് അധികം സമയം ആയുസ്സുണ്ടാവില്ല. മാർക്ക്, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചു കാണും എന്നാണ് എൻ്റെ വിശ്വാസം. മാർക്ക്, ഒരിക്കലും പരാജയം സമ്മതിക്കരുത്. അങ്ങനെ ഊജി പറയുമ്പോഴേക്കും മാർക്ക് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. ഊജിയുടെ കൈയും കാലും ഒക്കെ പതുക്കെ പതുക്കെ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരുന്ന കാഴ്ചയാണ് മാർക്ക് കാണുന്നത്. അതങ്ങ് ദ്രവിച്ച് ഇല്ലാതാവുകയാണ്. ഊജി യഥാർത്ഥത്തിൽ മരിച്ചിട്ട് കാലം ഒരുപാടായി. ആ ഊജിയുടെ ഡിവൈൻ സെൻസിന്റെ ഒരു ചെറിയ ഒരു അംശം മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിനകത്ത് ഉണ്ടായിരുന്നത്. അതിനെ മാർക്ക് ഫെല്ലർ പുനർജീവിപ്പിച്ചതാണ്. ആ പുനർജീവിക്കപ്പെട്ട ആ ഡിവൈൻ സെൻസാണ് ഇത് ശൂന്യതയിൽ അങ്ങ് ലയിച്ച് ഇല്ലാതാകുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് ശ്രീഹരിയും അവിടേക്ക് ഓടിയെത്തി. ശ്രീഹരിയും മാർക്കും അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും സാക്ഷാൽ ഊജി ഏതാണ്ട് പൂർണ്ണമായും അങ്ങ് അസ്തമിച്ചു. അങ്ങനെ അസ്തമിക്കുന്ന ആ സമയത്ത് ശ്രീഹരി മറ്റൊരു കാഴ്ച കൂടി കാണുന്നുണ്ട്. ഊജിയുടെ ആ ബോഡി എരിഞ്ഞു തീർന്നതും ആ പ്രകാശം അതിവേഗതയിൽ മാർക്കിന്റെ ബോഡിയിലേക്ക് അങ്ങ് ഇടിച്ചു കയറുന്ന കാഴ്ചയാണ് ശ്രീഹരി കണ്ടത്. മാർക്കിന്റെ ബോഡിയിലേക്ക് ആ ഊർജം ഇങ്ങനെ ഇടിച്ചു കയറിയപ്പോൾ മാർക്കൊന്ന് അനങ്ങിയതുപോലെ ശ്രീഹരിക്ക് തോന്നുകയും ചെയ്തു. ഊജി തന്റെ അവസാന ശക്തി മാർക്കിന് ഇതാ കൊടുത്തിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ നിശബ്ദനായി നിൽക്കുകയാണ്. മാർക്കിനിപ്പോ ഒരു സത്യം അറിയാം. ഇനി ഊജി എന്നൊരു സംഭവമില്ല. മാസ്റ്റർ ഊജി ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ ലോകം വിട്ടുപോയ ആളാണ്. അദ്ദേഹത്തിന്റെ ആ ആത്മാവിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇത്രയും നാളും പിടിച്ചു നിന്നത്. അതും ഇത് ഈ ലോകത്തുനിന്ന് വിട്ടുപോവുകയാണ്. മാർക്കിന് പെട്ടെന്ന് ഒരു സങ്കടം ഫീൽ ചെയ്തു. അത് ശ്രീഹരി കാണുകയും ചെയ്തു. ശ്രീഹരി നടന്ന് മാർക്കിനടുത്തേക്ക് വന്നിട്ട് മാർക്കിന്റെ ഷോൾഡറിലും തട്ടി. ഏയ് മാർക്ക്, നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല. മാസ്റ്റർ ഊജി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത വ്യക്തിയാണ്. മാർക്ക്, നീ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ടതൊക്കെ പഠിച്ചോളണം എന്നാണ് ഊജി അവസാനമായി പറഞ്ഞത്. മാർക്ക്, നിനക്ക് വല്ലതും മനസ്സിലായോ? സീനിയർ, ഞാനും അതാണ് ആലോചിക്കുന്നത്. ഞാൻ എന്തോ പഠിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനത് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ, എന്നാലേ എനിക്കത് കൃത്യമായി പറയാൻ പറ്റൂ. ഊജി ആ ജെയിന്റുമായി ഏറ്റുമുട്ടിയ സമയത്ത് മാർക്ക് ഊജിയെ സസൂക്ഷ്മം പഠിക്കുകയായിരുന്നു. ആ പഠനം ശരിക്കും നടന്നോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ മാർക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. മാർക്ക് അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ഇൻവെസ്റ്റർ ഗോഡ്സിനകത്ത് തന്നെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരിപ്പുറപ്പിച്ചു. മാർക്ക് അവിടെ ഇരുന്നുകൊണ്ട് മാർക്കിന്റെ കൈ ഊജി കൈ അനക്കിയതുപോലേക്ക് അനക്കി നോക്കുകയാണ്. മാർക്ക് കൈ അനക്കുന്നത് ഇപ്പോ ചാങ്മാങ്ങിനും ജൂവിനും ഫാറ്റി സിധുവിനും ശ്രീഹരിക്കൊക്കെ കാണാം. അതുപോലെ തന്നെ ആ സ്മോക്കറുടെ കൂട്ടുകാരിയും ഒക്കെ അവർക്കൊപ്പം എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ സ്ഥലത്ത് എത്തുന്നുണ്ട്. പല ഡിവൈൻ സെൻസുകൾക്ക് ഇപ്പോൾ ഒരു ബോധം വന്നിട്ടുണ്ട്. അവിടെ നടന്ന ആ യുദ്ധം ഒരുപാട് ഡിവൈൻ സെൻസുകളെ ശരിക്കും ബോധ മനസ്സിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയാം. അവിടെ നടന്ന യുദ്ധം ശരിക്കും ഒരുപാട് ഡിവൈൻ സെൻസുകൾക്ക് ഒരു ഉണർവ് നൽകിയിട്ടുണ്ട്. അങ്ങനെ പല ഡിവൈൻ സെൻസുകളും ഉണർന്നെണീറ്റ് അങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കണ്ണുകൾ അടച്ചിരുന്ന് കൈകൾ അനക്കുന്നതാണ് കാണുന്നത്. ശരിക്കും നൃത്തമൊക്കെ ചെയ്യുന്ന ആളുകളുടെ വിരലുകൾ ചലിക്കുന്ന പോലെ മാർക്കിന്റെ വിരലിൽ ചലിക്കുന്നുണ്ട്. മാർക്ക് എന്തോ ഡിഡക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അത് കാണുന്ന ആർക്കും മനസ്സിലാവും. മാർക്കിനെ അല്പനേരം നോക്കി നിന്നിട്ട് ശ്രീഹരി ചാങ്മാങ്ങിനെയും ജൂവിനെയും ഫാറ്റി സിധുവിനെയും അവിടുന്ന് വിളിച്ചു മാറ്റി. അവരെ മാറ്റി നിർത്തിയിട്ട് ശ്രീഹരി അവരോട് പറഞ്ഞു, മാർക്ക്, മാസ്റ്റർ ഊജി ചെയ്ത കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. നമുക്ക് മാർക്കിനെ കുറച്ചു നേരത്തേക്ക് വെറുതെ വിടാം. നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കണം. ചാങ്, നീ നിന്റെ ബോഡിയിലേക്ക് കയറിയിരിക്കുന്ന ആ ബ്ലഡ് റിവറിനെ നന്നായി ഒന്ന് പഠിക്കണം. ആ ബ്ലഡ് റിവറിന്റെ കപ്പാസിറ്റി നീ ശരിക്കും വളർത്തിയെടുക്കണം. അങ്ങനെ പറഞ്ഞ ശ്രീഹരി തിരിഞ്ഞ് ജൂവിനോട് പറഞ്ഞു, ജൂ, നീ യഥാർത്ഥത്തിൽ ഫീനിക്സ് വംശത്തിന്റെ കണ്ണി സൂക്ഷിക്കുന്ന ആളാണ്. നിന്റെ ബോഡി നിർവ്വാണ ബോഡിയാണ്. ആ ബോഡിയിൽ മാത്രമേ ആ ഫീനിക്സ് വംശത്തിന് നിലനിൽപ്പുണ്ടാവൂ. നീ ആ ഫീനിക്സ് റേസിന്റെ ആ സ്പിരിറ്റിനെ ഒന്നുകൂടി നീ പുനർജീവിപ്പിച്ചെടുക്കാൻ നോക്കണം.
നിന്റെ കപ്പാസിറ്റി ഒന്നുകൂടി റേസ് ചെയ്താൽ നിനക്കത് കഴിയും. ശ്രീഹരി അത് പറയുമ്പോൾ ജു വളരെ താല്പര്യത്തോടെ കേട്ടു നിൽക്കുകയാണ്. ശരിക്കും ഒരു മാസ്റ്റർ ക്ലാസ് എടുക്കുമ്പോൾ ശ്രീഹരി ജുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജുവിനോട് പറഞ്ഞു ശ്രീഹരി ഫാറ്റി സീതുവിനോട് പറഞ്ഞു, ഫാറ്റി നീ നിന്റെ ആർട്ടിഫാക്റ്റുകൾ ഒന്ന് എടുക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ഒരു യുദ്ധം അനിവാര്യമാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സെയിൻറ്റ്ലി കിങ്ഡത്തിന്റെ അവകാശിയെ തിരഞ്ഞെടുക്കാനുള്ള സമയം ആഗതമായി വരികയാണ്. ലിയുവിനെ എന്തായാലും ഹോളിലോടാക്കാൻ പറ്റില്ല. ഷാങ്മാങ് തന്നെ ഹോളിലോഡ് ആയേ പറ്റൂ. നമുക്ക് അതിന് ചിലപ്പോൾ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ശ്രീഹരിക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം. ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ സ്രഷ്ടാവ് സൃഷ്ടിക്കുകയും ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിനെ നിയന്ത്രിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്ത ആ ജെയിന്റ് അവസാനം ആ സ്രഷ്ടാവിനെ കൊന്നതാണ്. ആ സ്രഷ്ടാവിനെ കൊന്ന ആ ജെയിന്റ് ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിനകത്തുള്ള മുഴുവൻ ആളുകളെയും നിയന്ത്രിച്ചു തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. അയാളിപ്പോ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ പരാജയം അയാളിൽ ശരിക്കും ദേഷ്യം ഉണ്ടാക്കും. ആ ദേഷ്യം ഏത് ശൈലിയിൽ വേണമെങ്കിലും മടങ്ങി വരാം. ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ ഒരു ചെറു രൂപം 4ആയി കീറി മുറിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഒരു ഭാഗമാണ് ഇപ്പോ ശ്രീഹരിക്കും ടീമിനും ഒപ്പമുള്ളത്. ബാക്കി 3 ഭാഗങ്ങൾ അവിടെ ആ 9 ക്ലിഫ്സിന്റെ സമീപത്ത് വെച്ച് 3 ആളുകളുടെ കയ്യിലേക്ക് പോയതാണ്. ആ 4 ഭാഗവും ആ ജെയിന്റിന് മടക്കി കിട്ടിയാൽ ആ ജെയിന്റ് പിന്നെയും ശക്തമാകും. ശരിക്കും ആ ജെയിന്റിനെ തളയ്ക്കാൻ ആ 4 ഭാഗങ്ങളും വേണം. ആ 4 ഭാഗങ്ങളും മറ്റാരുടെങ്കിലും കൈവശം ഇരിക്കുന്നത് ജെയിന്റിന് അപകടമാണെന്നുള്ള ജെയിന്റിന് അറിയാം. അത് തിരിച്ചു പിടിക്കാൻ അയാൾ ശക്തി നേടുക തന്നെ ചെയ്യും. അയാളെ ഏത് ശൈലിയിൽ ശക്തി നേടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ കാര്യം ശ്രീഹരിക്ക് അറിയാം. ശ്രീഹരി തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഷാങ്മാങ്ങിനോടും ജുവിനോടും ഫാറ്റി സിധുവിനോടും പറഞ്ഞതും അവർ 3 പേരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ വീണ്ടും പ്രാക്ടീസ് തുടങ്ങി. ശ്രീഹരി അവരെയൊക്കെ നോക്കിയിട്ട് അവിടെയുള്ള ആ ബീച്ച് വുഡ് ട്രീയുടെ അടുത്തേക്ക് വന്നു. ശ്രീഹരി കഴിഞ്ഞ കാലങ്ങളൊക്കെയും ആ ബീച്ച് വുഡ് ട്രീയുടെ അടുത്തിരുന്നുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നത് ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ നിയമാവലിയാണ്. ഒരു പ്രത്യേക നിയമാവലിക്ക് അനുസരിച്ചാണ് ശരിക്കും ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് എന്ന ആ മാന്ത്രിക സ്പേസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ശരിക്കും അതൊരു മിസ്റ്റിക് വേൾഡാണ്. മിസ്റ്റിക് വേൾഡുകൾ ഒരുപാട് ശ്രീഹരിക്ക് പരിചയമുണ്ട്. പക്ഷെ ഈ മിസ്റ്റിക് വേൾഡ് വല്ലാത്തൊരു സൃഷ്ടിയാണ്. ഈ മിസ്റ്റീരിയസ് സെയിൻറ്റ്ലി കിങ്ഡത്തിനകത്താണ് യഥാർത്ഥത്തിൽ ഈ മിസ്റ്റിക് വേൾഡ് ഉള്ളത്. ചെൻ ഷുവാങ്ങിന്റെ ആ മിസ്റ്റീരിയസ് സെയിൻറ്റ്ലി കിങ്ഡത്തിനകത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോ ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് ഉള്ളത്. ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ യഥാർത്ഥ സ്പേസ് ഏതാണെന്ന് ആർക്കും അറിയാൻ പറ്റില്ലെന്ന് മാത്രം. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതോ നിശ്ചലമായി ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ ഒരാൾക്കും പറയാൻ കഴിയില്ല. പക്ഷെ ശ്രീഹരിക്ക് ഒരു കാര്യം അറിയാം. ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിനകത്ത് അവരുള്ള സമയത്ത് അവർക്ക് ആ സെയിൻറ്റ്ലി കിങ്ഡത്തിനകത്ത് എവിടെ വേണമെങ്കിലും നോക്കാൻ പറ്റും. അതിന്റെ അർത്ഥമാണ് ലേശം കോംപ്ലിക്കേറ്റ് ആവുന്നത്. താഴെയുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റണമെങ്കിൽ മുകളിൽ നിന്നായിരിക്കണം നോക്കേണ്ടത്. മുകളിൽ നിന്ന് നോക്കുന്നു എന്ന് പറയുമ്പോൾ ആ സെയിൻറ്റ്ലി കിങ്ഡത്തിന്റെ മുകളിൽ ഒരു പ്ലേസിലാണ് ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് എന്ന് തോന്നും. പക്ഷെ ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് സെയിൻറ്റ്ലി കിങ്ഡത്തിന്റെ അന്തരീക്ഷ പരിധിക്ക് ഉള്ളിലാണ് താനും. അക്കാര്യത്തിൽ ശ്രീഹരിക്ക് ഒരു സംശയമില്ല. കാരണം ഈ സെയിൻറ്റ്ലി കിങ്ഡത്തിനകത്തായതുകൊണ്ട് മാത്രമാണ് ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ ആ ഒരു പാർട്ട് കൈവശം വെക്കുന്ന അവരെ ആ ജെയിന്റിന് ആക്രമിച്ച് തോൽപ്പിക്കാൻ പറ്റാത്തത്. ഈ സെയിൻറ്റ്ലി കിങ്ഡത്തിലേക്ക് വരുന്ന ഏതൊരാളുടെയും പവറിൽ ഒരു കുറവുണ്ടാവും. അത് ഈ സെയിൻറ്റ്ലി കിങ്ഡം സ്വയം ഏൽപ്പിക്കുന്നതാണ്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ശ്രീഹരിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. എമിലി ബ്ലാക്ക് ഇപ്പോ തളയ്ക്കപ്പെട്ടിരിക്കുന്ന ആ ഹെവൻലി സിന്നും ഇതുപോലെ തന്നെ സെയിൻറ്റ്ലി കിങ്ഡത്തിലാണ് ഉള്ളത്. 18ഓളം സെയിൻറ്റ്ലി കിങ്ഡങ്ങളാണ് അവിടെ ഉള്ളത് ആ സെയിൻറ്റ് വേൾഡിൽ. പക്ഷേ ആ ഹെവൻലി സിന്നും അതുപോലെ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സും ഈ മിസ്റ്റീരിയസ് സെയിൻറ്റ്ലി കിങ്ഡത്തിലാണ് ഉള്ളത്. ചെൻ ഷുവാങ്ങിന്റെ ആ സെയിൻറ്റ്ലി കിങ്ഡത്തിൽ. അത് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു സത്യമാണ്. അതുപോലെ തന്നെയാണ് ആ ഹെവൻലി ബ്യൂറൽ കേവ്. അതും ഈ സെയിൻറ്റ്ലി കിങ്ഡത്തിനകത്താണ്. ആ 9 ക്ലിഫ്സും ശരിക്കും ഈ സെയിൻറ്റ്ലി കിങ്ഡത്തിലാണ്. ഇതുപോലെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഈ സെയിൻറ്റ്ലി കിങ്ഡത്തിൽ ഉണ്ടാവും? അങ്ങനെ ആലോചിച്ചപ്പോൾ ശ്രീഹരിക്ക് മാർക്ക് ആ ശക്തി നേടിയ ആ 19ാം ജയിൽ ഓർമ്മ വരികയാണ്. 19th prison. ഒരുപാട് മൈനുകളുള്ള ആ മേഖലയിൽ ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത അപ്രാപ്യമായ ഒരു ജയിലുണ്ട്. അതാണ് 19th prison. അതും ഈ സെയിൻറ്റ്ലി കിങ്ഡത്തിലാണ്. അപ്പൊ 19th prison ആയി, ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് ആയി, ഹെവൻലി സിന്നായി, ഹെവൻലി ബ്യൂറൽ കേവായി, അതുപോലെ 9 ക്ലിഫ്സ് ആയി. ഇതിൽ 9 ക്ലിഫ്സും ഹെവൻലി ബ്യൂറൽ കേവും അതുപോലെ ആ മൈനുകളും യഥാർത്ഥത്തിൽ അവിടെ ഉള്ള സംഭവങ്ങളാണ്. പക്ഷെ ആ മൈനുമായി ബന്ധിപ്പിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ 19th prison ആണെങ്കിലും ആ ലിങ്ക് സിറ്റിയോട് അനുബന്ധിച്ച്
ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ആ ഹെവൻലി സിൻ ആണെങ്കിലും എവിടെയാണെന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത ആ ഇൻവെസ്റ്റർ ഗോഡ്സ് ആണെങ്കിലും 3 വ്യത്യസ്ത ആർട്ടിഫാക്റ്റുകളാണ്. ശരിക്കും മൂന്ന് മിസ്റ്റിക് വേൾഡുകളാണ്. ഹെവൻലി സിൻ ഒരു മിസ്റ്റിക് വേൾഡാണ്, ഇൻവെസ്റ്റർ ഗോഡ്സും ഒരു മിസ്റ്റിക് വേൾഡാണ്, 90th പ്രിസണും ഒരു മിസ്റ്റിക് വേൾഡാണ്. ഈ മിസ്റ്റിക് വേൾഡുകൾ പ്രത്യേകിച്ച് ചില റൂളുകൾ പ്രകാരം ഉണ്ടാക്കപ്പെട്ടതാണ്. ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ റൂളുകൾ മുഴുവൻ പഠിച്ചാൽ തനിക്ക് ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് നിയന്ത്രിക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത ശ്രീഹരിക്ക് അത്തരത്തിലൊരു ധാരണയാണ് ഉണ്ടാകുന്നത്. ശ്രീഹരി വളരെ വിപുലമായിട്ടാണ് ഈ കാര്യങ്ങൾ ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിക്കുന്ന ശ്രീഹരിയുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട് ഇതെല്ലാം ഈ സെയിൻലി കിങ്ഡത്തിനകത്ത് തന്നെ വന്നു? ചെൻ ഷുവാങ്ങിന്റെ ആ മിസ്റ്റീരിയസ് കിങ്ഡം അല്ലാതെ വേറെയും സെയിൻലി കിങ്ഡങ്ങൾ ഒരുപാട് അവിടെ ഉണ്ടല്ലോ. അവിടെയൊക്കെ വേണമെങ്കിൽ ഈ അപൂർവ മാന്ത്രിക വേൾഡുകൾ ഉണ്ടാകാമായിരുന്നു. അവിടെ ഒന്നും അതില്ല. എല്ലാ മാന്ത്രിക വേൾഡുകളും ഈ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിലാണ്. അങ്ങനെ വരണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണം. അതെന്തായിരിക്കും? നൂറുകണക്കിന് ചോദ്യങ്ങളാണ് ശ്രീഹരിയുടെ ഉള്ളിലേക്ക് വരുന്നത്. ശ്രീഹരി ആ ചോദ്യങ്ങൾ ഉള്ളിലേക്ക് വന്നപ്പോൾ വീണ്ടും ഓരോരോ കാര്യങ്ങളായി അങ്ങനെ അനലൈസ് ചെയ്ത് തുടങ്ങി. ശരിക്കും അഡിഷനും ഡിഡക്ഷനും രണ്ടും ശ്രീഹരി നടത്തുകയാണ്. ശ്രീഹരി ആ എൻറ്റയർ റൂളും എന്താണെന്ന് അറിയാനുള്ള തീവ്രമായ ശ്രമത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ ചാങ്മാൻ ആ റെഡ് റിവറിനെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ്. ചാങ്മാങ്ങിന്റെ ബോഡി ഹോളി ബോഡിയാണ്. ആ സെയിൻലി കിങ്ഡത്തിൽ ഹോളി ബോഡിയുള്ള ആളിന് ഒരു വല്ലാത്ത പവറുണ്ട്. ഹോളി കോൺഷ്യസ്നസ് ലെവലിലുള്ള 3 അതിശക്തരായ യോദ്ധാക്കൾ ആ സെയിൻലി കിങ്ഡത്തിലുണ്ട്. അവരും ആ ലീ യുവിന്റെ പക്ഷം ചേർന്നിരിക്കുകയാണ്. എന്നിട്ടും ചാങ്മാങ്ങിനെ അവസാനിപ്പിക്കാൻ അവർക്കാർക്കും പറ്റിയില്ല. അങ്ങനെ പറ്റാത്തതിന്റെ കാരണം ചാങ്മാങ്ങിന്റെ ആ പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷനാണ്. അവന്റെ ആ ബോഡിയുടെ പ്രത്യേകതയാണ്. അതേ പ്രത്യേകത ജൂവിനുമുണ്ട്. ജൂവിൻ്റെത് ഫീനിക്സ് സ്പിരിറ്റാണ്. ഫീനിക്സിന്റെ ആത്മാവുള്ള ബോഡിയാണ് ജൂവിൻ്റെത്. അവളുടെ ബോഡിയുടെ പേര് തന്നെ നിർവാണ ബോഡി എന്നാണ്. ജൂ ആ സ്പിരിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. സമയം അതിവേഗം അങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ ആ സെയിൻലി കിങ്ഡത്തിനകത്ത് ലിയു അവന്റെ ലക്ഷ്യം തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞു. അവൻ ആ റെഡ് റിവറുമായി ഒരു സന്ധിയിലേക്ക് ഏർപ്പെടാൻ പോവുകയാണ്. ലിയു അവന്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി അവന്റെ ആത്മാവിനെ ആ നദിക്ക് ബലി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തനിക്ക് ആ സെയിൻലി കിങ്ഡത്തിന്റെ ഹോളി ലോഡായി മാറണമെങ്കിൽ ഇനിയും പവർ വേണം. ആ പവർ മറ്റാരെയും തോൽപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒന്നായിരിക്കണം. തൻ്റെ ഈ ബോഡിയിൽ ഇനി എത്ര ശ്രമിച്ചാലും നേടാൻ കഴിയാത്ത പവർ ആ റെഡ് റിവറിന്റെ സ്രഷ്ടാവിന്റെ മുന്നിൽ താൻ കീഴടങ്ങിയാൽ തനിക്ക് ലഭിക്കുമെന്നൊരു തോന്നൽ ലിയുവിനുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ലിയു അവന്റെ ആ ബോഡി ആ റെഡ് റിവറിൽ പൂർണ്ണമായും ലയിപ്പിക്കാൻ സ്വയം തീരുമാനിച്ചു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അത്. ആരെങ്കിലും കണ്ടാൽ അവർക്ക് അനുഭവപ്പെടുക. ലിയു വീണ്ടും ആ റെഡ് റിവർ സൃഷ്ടിച്ചിട്ട് ആ റെഡ് റിവറിലേക്ക് അങ്ങ് പൂർണ്ണമായി ഇറങ്ങി. ആ റെഡ് റിവർ മുഴുവൻ അങ്ങ് മുങ്ങി എന്ന് പറയാം. ഒത്തിരിയേറെ സെയിൻലി ഹാർട്ടുകൾ ഇപ്പൊ കൈവശമുള്ള വ്യക്തിയാണ് ലിയു. ആ ലിയു ആണ് ആ റെഡ് റിവറിൽ പൂർണ്ണമായി മുങ്ങുന്നത്. അവന് മനഃപൂർവ്വം ശ്വസിക്കാതെ ആ റെഡ് റിവറിനകത്ത് സ്വയം മരണം ഏറ്റുവാങ്ങുകയാണ്. ആ റെഡ് റിവറിനകത്ത് മുങ്ങിയ ലിയു മുകളിലേക്ക് പൊങ്ങി വരാൻ ശ്രമിക്കാതെ ആ റെഡ് റിവറിനകത്ത് അങ്ങനെ മുങ്ങി നിൽക്കുമ്പോൾ അവന്റെ കാൽവിരലിൽ നിന്ന് പതുക്കെ ഒരു തണുപ്പ് ഇങ്ങനെ അരിച്ചു കയറുകയാണ്. അവന്റെ കൈവിരലിലും കാൽവിരലിലും വന്നു തുടങ്ങിയ ആ തണുപ്പ് അവന്റെ എൻറ്റയർ ബോഡിയിലേക്ക് വ്യാപിച്ചു തുടങ്ങി. ഇപ്പോൾ ആ നദിയിലെ ആ ചുവന്ന വെള്ളം അവനെ തഴുകി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ബോഡിയിൽ നിന്ന് ആ സെയിൻലി ഹാർട്ടുകൾ ഒന്നൊന്നായി പുറത്തേക്ക് ചാടി തുടങ്ങി. ആ സെയിൻലി കിങ്ഡത്തിന്റെ സ്വന്തമായ 81 ഹാർട്ടുകളിൽ ഇപ്പോൾ 72 ഹാർട്ടുകളും ലിയുവിന്റെ ബോഡിയിലാണ് ഉള്ളത്. അവസാനത്തെ 9 ഹാർട്ടുകൾ അത് ഇപ്പോഴും ചാങ്മാങ്ങിന്റെ ഉള്ളിലുണ്ട്. 81 ഹാർട്ടുകളെയും യോജിപ്പിക്കേണ്ട ആ സീൽ ഓഫ് ഹെവൻ റിട്ടേണിംഗ് അത് മാർക്കിന്റെ കയ്യിലാണ് ഉള്ളത്. അത് കിട്ടുന്നവരെ കാത്തിരിക്കാൻ തയ്യാറാകാതെ ലിയു അവന്റെ ബോഡിയിൽ നിന്ന് ആ സെയിൻലി ഹാർട്ടുകൾ ഒന്നൊന്നായി വേർപെടുത്തുകയാണ്. ശ്വാസം എടുക്കാതെ ആ ചുവന്ന വെള്ളത്തിനകത്ത് മുങ്ങി നിൽക്കുന്ന ലിയുവിന്റെ ബോഡിയിൽ നിന്ന് ആ ഹാർട്ടുകൾ 9 വീതം ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ലിയുവിന്റെ ബോഡി തണുത്ത് മരവിച്ചു വരികയാണ്. അവന്റെ ബോഡിയിൽ നിന്ന് 63 ഹാർട്ടുകളും പുറത്തേക്ക് വന്നു. ഇനി അവശേഷിക്കുന്നത് 9 ഹാർട്ടുകൾ മാത്രമാണ്.
അവന്റെ ബോഡിയിലെ ആ അവസാനത്തെ 9 ഹാർട്ടുകളും ആ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്നു തുടങ്ങുന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് അവന് ചുറ്റുമുള്ള ആ ചുവന്ന റിവർ ഒരു ചുഴിയായി അങ്ങ് മാറി. ആ വെള്ളം അവന് ചുറ്റും ഒരു ചുഴിയായി അങ്ങനെ കറങ്ങിയതും അവന്റെ ബോഡിയിൽ നിന്ന് പുറത്തു വന്ന ആ 9 ഹൃദയം വീതമുള്ള ആ ബൗണ്ട്ലെസ് ഹാർട്ടുകൾ അവന് ചുറ്റും കറങ്ങി തുടങ്ങിയാണ്. 8 ബണ്ടിലുകളായി ആ ഹാർട്ട് ലിയുവിനെ അങ്ങനെ കറങ്ങുമ്പോൾ ലിയുവിന്റെ ബോഡി തണുക്കുന്ന ആ സംവിധാനം സാവധാനം അങ്ങ് കുറയുകയാണ്. പെട്ടെന്നാണ് ആ കറങ്ങുന്ന നദി ലിയുവിന്റെ മൂക്കിന് നേരെ വരുന്നത്. അവൻ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് ആ വെള്ളം അവന് മൂക്കിനകത്തേക്ക് ഇടിച്ചും കയറുന്നത്. ശ്വസിക്കാൻ പോലും ശ്രമിക്കാതെ ആത്മഹത്യയിലേക്ക് തന്റെ ബോഡിയെ വിട്ടുകൊടുത്തിരിക്കുന്ന ലിയുവിനെ അമ്പരപ്പിച്ചുകൊണ്ട് അവന്റെ ബോഡിയിലേക്ക് ആ വെള്ളം അങ്ങ് ഇരച്ചു കയറി. ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും അവൻ ആ വെള്ളത്തിന് മുകളിലേക്ക് അങ്ങനെ പൊങ്ങി വരികയാണ്. വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്ന ലിയു കണ്ണു തുറക്കുമ്പോൾ അവനൊരു കാര്യം അറിയാം, അവന്റെ ശക്തി വൻതോതിൽ കൂടിയിരിക്കുകയാണ്. പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിൽ അവന്റെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. ലിയുവിന്റെ ആ ശക്തി വർദ്ധിച്ചു എന്നുള്ള കാര്യം ലിയുവിന് അറിയാം. അത് മനസ്സിലാക്കിയ ലിയു ഇരു കൈകളും കൂപ്പി ആ നദി ഒന്ന് തൊഴുതു. ആൻഡ് സിസ്റ്റർ, ലിയുവിന്റെ വണക്കം. ലിയുവിന് ഇപ്പോൾ ഒരു കാര്യം അറിയാം, അവന്റെ ബോഡിക്കുള്ളിൽ മറ്റൊരു ഡിവൈൻ സെൻസ് കൂടിയുണ്ട്. അത് ആ നദി നിയന്ത്രിച്ചിരുന്ന ആ ആൻസിസ്റ്ററുടെ ഡിവൈൻ സെൻസാണ്. ലിയുവിനോടായി ആ ആൻസിസ്റ്റർ പറഞ്ഞു, ലിയു, ഇനി മുതൽ ഞാൻ നിനക്കൊപ്പമുണ്ട്. നിന്നെ ഈ ഹോളിലോടാക്കുക എന്നതാണ് എന്റെയും ലക്ഷ്യം. താൻ എന്താഗ്രഹിച്ചോ ആ ആഗ്രഹം ഇതാ സാധ്യമായിരിക്കുകയാണ്. ഇനി തനിക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. ആ ചുവന്ന റിവർ അവിടെ സൃഷ്ടിച്ച അതിശക്തനായ ആ ആൻസസ്റ്ററുടെ ശക്തി ഇനി ഇതാ തനിക്ക് സ്വന്തം. ലിയു അങ്ങനെ ശക്തി നേടുമ്പോൾ ആ ഇൻവെസ്റ്റർ ഗോഡ്സിനകത്ത് മാർക്ക് ഫെല്ലർ കൈകൾ അനക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മാർക്കിനെ വളരെ വ്യക്തമായ ഒരു കാര്യം അറിയാം. അവിടെ ആ ഊജി മാർക്കിനെ രക്ഷിച്ച സമയത്തും അതിനുശേഷം ആ ജെയിന്റുമായി ഏറ്റുമുട്ടുമ്പോഴും കൈകൾ കൊണ്ട് കാണിച്ച ആ ആക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത മാർക്കിന്റെ കയോട്ടിക് ബോഡിയുമായി കണക്റ്റഡ് ആണ്. ഊജിയുടെ ബോഡിയും കയോട്ടിക്കാണ്. ശരിക്കും ഊജിക്കും മാർക്കിനും തമ്മിലുള്ള സാമ്യം ആ കയോട്ടിക് ബോഡിയുടെ സാമ്യമാണ്. മാർക്കിനെ ഏതാണ്ട് പറിച്ചു വെച്ചതുപോലെ ഇരിക്കും ഊജിയുടെ ചെറുപ്പകാലത്തുള്ള രൂപം കണ്ടാൽ. മാസ്റ്റർ ഊജി മാർക്കിനെ അവസാനമായി പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ആ കയോട്ടിക് ബോഡിയുടെ നിയന്ത്രണങ്ങളെ മറികടക്കാനുള്ള ഒരു ടെക്നിക്കാണ്. മാർക്ക് ആ നിശബ്ദമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് മനസ്സിലാക്കിയതും അതാണ്. താൻ പഠിച്ചത് ശരിക്കും ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് മാർക്ക് ഊജിയുടെ ആ ആക്ഷൻസ് വീണ്ടും വീണ്ടും ഒന്നുകൂടെ ചെയ്തു നോക്കുന്നത്. ഊജി കൈ അനക്കിയതുപോലെ മാർക്ക് അനക്കുന്നുണ്ട്. ഊജി അവിടെ ഏതോ ഒരു ലോക്ക് ഓപ്പൺ ആക്കിയെന്നുള്ള കാര്യത്തിൽ മാർക്കിന് സംശയമില്ല. ഊജിയുടെ കൈ അനക്കത്തിന്റെ ഫലമായി ഓപ്പൺ ആക്കപ്പെട്ട ആ ലോക്കുകളാണ് യഥാർത്ഥത്തിൽ അവിടെ ആ ജെയിന്റിനെ തോൽപ്പിച്ചത്. ആ ജെയിന്റ് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിൽ ആ ജെയിന്റ് പൂർണ്ണമായും പരാജയപ്പെടുമായിരുന്നു. അത്രയും ശക്തനായിരുന്നു ഊജി ആ സമയത്ത്. ആ ശക്തി ഊജിയിലേക്ക് വന്നത് ഊജി തുറന്ന ആ ലോക്ക് കൊണ്ടാണ്. അതേ ലോക്ക് മാർക്കിന്റെ ആ കയോട്ടിക് ബോഡിയിലുമുണ്ട്. ആ ലോക്ക് മാർക്കിനെ ഓപ്പൺ ആക്കാൻ പറ്റിയാൽ മാർക്ക് ഊജിയെ പോലെ ശക്തനാകും. മാർക്ക് ഊജിയിൽ നിന്ന് പഠിക്കണമെന്ന് ഊജി ആഗ്രഹിച്ചതും ആ ലോക്ക് തുറക്കുന്ന സംഭവമാണെന്ന് മാർക്ക് ശരിക്കും അമ്പരപ്പോടെ മനസ്സിലാക്കിയാണ്. അത് മാർക്കിന്റെ മനസ്സിൽ തെളിഞ്ഞതും മാർക്കിന്റെ കൈ ആക്ഷൻസിന്റെ വേഗത കൂടി. മാർക്ക് ഒരുപാട് ശൈലിയിൽ അത് ഡിഡക്ട് ചെയ്ത് നോക്കുകയാണ്. മാർക്കിന് ഇപ്പോൾ ഒരു കാര്യം അറിയാം, ഊജി ആ കൈകൾ അനക്കിയത് ലൈറ്റനിങ് വേഗത്തിലാണ്. അതിന് എത്രത്തോളം സ്ലോ മോഷനിൽ കാണാൻ പറ്റുമോ അതുപോലെ കാണാനാണ് മാർക്ക് ഇപ്പോൾ ശ്രമിക്കുന്നത്. മാർക്ക് ആ രംഗങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുത്ത് പരമാവധി സ്ലോ മോഷനിൽ കൊണ്ടുവരികയാണ്. പക്ഷെ ആ സ്ലോ മോഷൻ പോലും വളരെ വേഗതയിലാണ്. ഊജിയുടെ കൈ അനക്കം മാർക്കിനെ അങ്ങോട്ട് പിടികിട്ടത്തില്ല. ആ കൈ അനക്കത്തിനകത്താണ് സകല ടെക്നിക്കും ഇരിക്കുന്നത്. കയോട്ടിക് ബോഡിയിലെ ലോക്കുകൾ ഇളക്കുന്ന ഒരു കൈ അനക്കമാണ് യഥാർത്ഥത്തിൽ ഊജി നടത്തിയത്. മാർക്കിന് ആ കൈ അനക്കം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയാൽ മാർക്കിന്റെ ബോഡിയിലുള്ള സകല ലോക്കുകളും മാറും. മാർക്ക് ആ നിമിഷം മുതൽ അതിശക്തനായി മാറുകയും ചെയ്യും. അങ്ങനെ ആ ലോക്കുകൾ മാറുന്ന ആ നിമിഷം മുതൽ മാർക്ക് അതിശക്തനായി മാറും. അങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ മാർക്കിന്റെ ഉള്ളിലുണ്ട്. ആ ലോക്കിന്റെ തത്വശാസ്ത്രം പഠിക്കാനായി മാർക്ക് ആ പോയിന്റിൽ തന്നെ ഇരുന്നത് ഏകദേശം 3 മാസമാണ്. 3 മാസം കഴിഞ്ഞ് മാർക്ക് കണ്ണു തുറക്കുമ്പോൾ മാർക്കിന്റെ അടുത്ത് ശ്രീഹരിയും ജൂവും ഫാറ്റിസീതും അതുപോലെ ചാങ്മാങ്ങും ഉണ്ട്. മാർക്ക് കണ്ണു തുറക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കുകയാണെന്ന് വ്യക്തമാണ്. മാർക്കിനെ കണ്ടതും ചാങ്മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ തീരുമാനിച്ചു,
ചാങ് അത് പറയുമ്പോൾ ചാങ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലാവും. ചാങ് ഇരിക്കുന്ന സ്ഥലത്ത് എണീറ്റ് ചാങ്മാനോട് പറഞ്ഞു, ഏയ് ചാങ്, ഞാനും നിന്നോടൊപ്പം ഉണ്ട്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ശ്രീഹരി മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്ക്, തൽക്കാലം നീ ചാങ്മാങ്ങിന്റെയും ജൂവിന്റെയും ഫാറ്റിന്റെ ഒപ്പം വേണ്ട, ഞാൻ അവരോട് ഉണ്ടല്ലോ. മാർക്ക്, നീ ഇപ്പോ പോകേണ്ടത് സെയിന്റ് കിങ്ഡത്തിലെ ഒരു പട്ടണത്തിലേക്കാണ്. പട്ടണത്തിലേക്കോ? ഏത് പട്ടണത്തിലേക്ക്? മാർക്ക്, നീ ധ്യാനത്തിലിരുന്ന 3 മാസം കൊണ്ട് സെയിന്റ് കിങ്ഡത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. സിനർ എന്താ പറഞ്ഞു വരുന്നത്? മാർക്ക്, സെയിന്റ് കിങ്ഡത്തിൽ ഇപ്പോ ഒരു ഡീമൻ ഇറങ്ങിയിട്ടുണ്ട്. ആ ഡീമൻ സെയിന്റ് കിങ്ഡത്തിലെ മനുഷ്യർ മാത്രം തേടിപ്പിടിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക്, അവനെ നേരിടാൻ ഇപ്പോ ആർക്ക് പറ്റുന്നില്ല. മാർക്ക്, നിന്റെ സാന്നിധ്യവും നിന്റെ സഹായവും അവൻ നേരിടാൻ സെയിന്റ് കിങ്ഡത്തിലെ ആളുകൾക്ക് തൽക്കാലം വേണ്ടിവരും. നീ അവനെ ഒന്ന് നേരിടും. ഇവിടെ ലിയുവിനെ നേരിടുമ്പോൾ ചാങ്മാങ്ങിന് സപ്പോർട്ടായി ഞാനും ജൂവും ഫാറ്റിയൊക്കെ ഉണ്ടാവും. ഏയ് സിനർ, ഞാനില്ലാതെ ലിയുവിനെ ചാങ്. ഏയ് മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഞാനുണ്ടല്ലോ കൂടെ. സീനിയർ ശ്രീഹരി അങ്ങനെ തീർത്തു പറഞ്ഞതും മാർക്കിന്റെ ബോഡിക്കുള്ളിൽ നിന്ന് ആ സീൽ ഓഫ് ഹെവൻ റിട്ടേണിംഗ് അതിശക്തമായി വലിച്ച് പുറത്തെടുത്തു. മാർക്ക് ആ സീൽ ഓഫ് ഹെവൻ റിട്ടേണിംഗ് വലിച്ചെടുക്കുമ്പോൾ ശരിക്കും സെയിന്റ് കിങ്ഡത്തിൽ പല ഭാഗത്തും ഒരു അനക്കം ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ സെയിന്റ് കിങ്ഡവും ഒന്ന് വിറച്ചു എന്ന് പറയാം. മാർക്കിന്റെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് ചെൻ ഷുവാങ് പറഞ്ഞു ഏൽപ്പിച്ച് മാർക്കിന് കൊടുത്തതാണ് ആ സീൽ ഓഫ് ഹെവൻ റിട്ടേണിംഗ്. മാർക്കിന്റെ ഉള്ളിൽ ആ വാട്ടർ ഗോഡ് കൊടുത്ത സീൽ ഓഫ് ഹാർട്ട് റിട്ടേണിംഗ് ഉണ്ട്. അതിന് പുറമെയാണ് ആ ഹെവൻ റിട്ടേണിംഗ്. ആ ഹെവൻ റിട്ടേണിംഗ് മാർക്ക് ബോഡിയിൽ നിന്ന് അടർത്തിയെടുത്തതും ചെൻ ഷുവാങ് മാർക്കിനെ ഏൽപ്പിച്ചിരുന്ന ദൗത്യത്തിൽ നിന്ന് മാർക്ക് പിന്മാറുന്ന പോലെ ഒരു അനുഭവമാണ് മാർക്കിന് തന്നെ ഉണ്ടായത്. പക്ഷെ ഇപ്പോ മാർക്കിനെ അറിയാം താൻ ശ്രീഹരി പറയുന്ന പോലെ ചെയ്യണമെന്ന്. മാർക്ക് ആ ഹാർട്ട് ശ്രീഹരിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതിനുശേഷം മാർക്ക് ശ്രീഹരിയോട് പറഞ്ഞു, ഇത് ചാങ്ങിന്റെ ആവശ്യമുള്ള സമയത്ത് കൊടുക്കണം. ചാങ്മാങ് ഈ സമയം കൊണ്ട് മാർക്കിനോടും ശ്രീഹരിയോടും യാത്ര പറഞ്ഞിട്ട് ജൂവും ഫാറ്റിസ് യുദ്ധമായി അതിവേഗം 1000 കേവ്സ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. അവിടെയാണ് സാക്ഷാൽ ലിയു ഇപ്പോൾ ഉള്ളത്. ലിയുവിന്റെ ബോഡിയിലുള്ള ആ 72 സെക്കൻഡ് ഹാർട്ടുകളും തിരിച്ചു പിടിച്ചാൽ മാത്രമേ ചാങ്മാങ്ങിന് ഈ സെയിന്റ് റീജിയനിലെ ആ മിസ്റ്റീരിയസ് സെയിന്റ്ലി കിങ്ഡത്തിന്റെ ഹോളി ലോഡ് ആകാൻ പറ്റും. ചാങ്മാങ്ങും ജൂവും ഫാറ്റിസ് യുദ്ധവും രണ്ടും കൽപ്പിച്ചുള്ള ഒരു പരിശ്രമം നടത്താനുള്ള ഒരു ഉദ്യമത്തിലാണ്. അവര് 1000 കേവ്സിലേക്ക് പോയിരിക്കുമ്പോൾ അവർക്ക് സഹായിയായി മാർക്ക് കൂടെ പോകണമെന്നാണ് മാർക്ക് കരുതിയത്. പക്ഷെ ശ്രീഹരി മാർക്കിനെ തടുക്കുകയും മാർക്കിനെ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ചാങ്മാങ്ങിന്റെ അടുത്തേക്ക് മടങ്ങുന്ന ശ്രീഹരി ആ സീൽ ഓഫ് ഹെവൻ റിട്ടേണിംഗ് ചാങ്മാങ്ങിന് കൊടുക്കുമെന്ന് മാർക്കിന് അറിയാം. മാർക്ക് ഫെല്ലർ ശ്രീഹരിയോട് യാത്ര പറഞ്ഞ് അതിവേഗം സെയിന്റ്ലി കിങ്ഡത്തിലേക്ക് കടന്നു. സെയിന്റ്ലി കിങ്ഡത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ മാർക്ക് ആ കാര്യം മനസ്സിലാക്കുകയാണ്. ഒരുപാട് മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു കൂറ്റൻ ഡീമൻ അവിടെയുള്ള നഗരങ്ങളെയും ഗ്രാമങ്ങളെയൊക്കെ തല്ലി തകർത്തുകൊണ്ട് കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന അയാൾ മനുഷ്യർ മാത്രമേ തൊടുന്നുള്ളൂ. ബാക്കി ഏലിയൻ റേസുകളെ ഒന്നും അയാൾ തൊടുന്നില്ല. അയാളുടെ ലക്ഷ്യം പൂർണ്ണമായും മനുഷ്യവംശർ മാത്രമാണ്. മാർക്ക് ഫെല്ലർ ആ സെയിന്റ് കിങ്ഡത്തിൽ ഇറങ്ങിയ ആ നിമിഷത്തിൽ ചാങ്മാങ്ങും ജൂവും ഫാറ്റിസ് യുദ്ധവും ആ 1000 കേവ്സിന്റെ സമീപത്ത് ആയിരക്കണക്കിന് ചെറു ഗുഹകളുള്ള ഒരു ദ്വീപിലാണ് ഇപ്പോ സാക്ഷാൽ ലിയു അവസാന യുദ്ധം നടത്താനായി റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ലിയുവിന് ചാങ്മാങ്ങിനെ തോൽപ്പിച്ച് ആ 9 ഹാർട്ടുകളും പിടിച്ചേ പറ്റൂ. ചാങ് ഫാറ്റിസ് യുദ്ധവും ആ 1000 കേവിന്റെ അടുത്തെത്തുമ്പോൾ ശരിക്കും അവരെ പ്രതീക്ഷിച്ച് ലിയു നിൽക്കുകയാണ്. ലിയു ചാങ്മാങ്ങിനെയും കൂട്ടരെയും കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഉറക്കെ ചാങ്മാങ്ങിനോട് പറഞ്ഞു, ഹേയ് ചാങ്, എന്താ താമസിച്ചത്? ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കില്ലേ? ആ ശൈലിയിലുള്ള ഒരു പ്രതികരണമാണ് ലിയുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ചാങ്മാങ് ലിയുവിനെ ഒന്ന് നോക്കിയിട്ട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ഒന്ന് മുന്നോട്ട് കുതിച്ചു. ചാങ്മാങ്ങിന്റെ ശക്തി ഇപ്പോൾ ശരിക്കും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദ്വന്ദ്വയുദ്ധം നടക്കുകയാണെങ്കിൽ തനിക്ക് ഈസി ആയിട്ട് ലിയുവിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ചാങ്മാങ്ങിനുണ്ട്. മുന്നോട്ട് കുതിച്ച ചാങ്മാങ് അതിശക്തമായി ഒന്ന് ചാടി ഉയർന്ന് ലിയുവിനെ ആഞ്ഞൊന്ന് ഇടിച്ചതും ലിയുവിന്റെ കൈ ഒന്ന് അനങ്ങി. ആ നിമിഷത്തിൽ ലിയുവിന്റെ ചുറ്റും ഒരു ചുവന്ന നിറമുണ്ടാവുകയാണ്.
ശരിക്കും ആ ചുവന്ന നിറം പെട്ടെന്നാണ് ഒരു നദിയായി മാറിയത്. ചാങ്മാങ്ങിന് പരിചയമുള്ള അതേ റെഡ് റിവർ ഇത് ലിയുവിന്റെ ദേഹത്തുനിന്ന് ചാങ്മാങ്ങിന്റെ ദേഹത്തേക്ക് ഒറ്റ കുതിപ്പ്. ആ നദി നേരത്തെ തന്നെ ചാങ്മാങ് കുറച്ച് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നദി ചാങ്മാങ്ങിനെതിരെ പാഞ്ഞു വന്നപ്പോൾ ചാങ്മാങ് അത് വലിയ കാര്യമായി കണ്ടില്ല. ആ നദിക്കകത്ത് തനിക്ക് പിടിച്ചേക്കാൻ കഴിയുമെന്ന് ചാങ്മാങ്ങിന് അറിയാം. ചാങ്മാങ് അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് കുതിച്ച് ആ നദിക്കകത്തൂടെ ഒരൊറ്റ ഇടി. അതിശക്തമായ ആ ഇടി ചാങ്മാങ്ങിന്റെ ആ വലത് കൈയിലൂടെ ആ വെള്ളത്തിൽ പതിച്ചതും ചാങ്മാങ് ഒത്തിരി ദൂരേക്ക് തെറിച്ചു. ചാങ്മാങ് തെറിച്ചു വീണത് ജൂവും ഫാറ്റി സിതുവും നിൽക്കുന്ന അടുത്തേക്കാണ്. ശരിക്കും ഒരു 50 അടിയിൽ കൂടുതൽ ദൂരത്തേക്ക് ചാങ്മാങ് ആകാശത്തൂടെ പറന്നുയർന്ന് തെറിച്ചു വീണു എന്ന് പറയാം. ചാങ്മാങ് താഴെ വീടുമ്പോൾ ജൂവിനും അതുപോലെ ഫാറ്റിക്കൊക്കെ വല്ലാത്ത അതിശയം. അവർ പെട്ടെന്ന് ചാങ്മാങ്ങിനെ പിടിച്ചെണീപ്പിച്ചു. ചാങ്മാങ്ങിന്റെ ബോഡി ഹോളി ബോഡി ആയതുകൊണ്ട് അധികം പരിക്കൊന്നും ചാങ്മാങ്ങിന് പറ്റിയിട്ടില്ല. പക്ഷെ ചാങ്മാങ്ങിന്റെ മുഖത്തും ഒരു അമ്പരപ്പുണ്ട്. അമ്പരം നിൽക്കുന്ന ചാങ്മാങ്ങിനോടായി ജൂ ആണ് അങ്ങനെ പറഞ്ഞത്. ഏയ് ചാങ്, അവന്റെ പവർ കൂടിയിട്ടുണ്ട്. അതെ, പവർ കൂടിയിട്ടുണ്ട്. പക്ഷെ അവന്റെ പവറാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ജൂ അങ്ങനെ പറഞ്ഞതും ഫാറ്റി സിതു ജൂവിനോട് പറഞ്ഞു, അതെ അതെ, പവർ കൂടിയിട്ടുണ്ട്. പക്ഷെ അവന്റെ പവറാണോ അതെന്ന് എനിക്ക് സംശയമുണ്ട്. ലിയുവിന്റെ യുദ്ധം നേരത്തെ ഫാറ്റി സിതു കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ലിയുവിന്റെ ആ കപ്പാസിറ്റിയെ കുറിച്ച് ഒരു ധാരണ ഫാറ്റി സിതുവിന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ചാങ്മാങ്ങിനെ എടുത്തെറിഞ്ഞ ആ ശക്തി അത് അവരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ലിയുവിന്റെ ശക്തി അല്ല അവിടെ ഉപയോഗിക്കപ്പെട്ടത്. അങ്ങനെ ഒരു ചിന്തയാണ് ഫാറ്റി സിതു ആ കൂട്ടുകാരോട് പങ്കുവച്ചത്. ഫാറ്റി സിതു പറയുന്നത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ ജൂവും ചാങ്ങിനോട് പറഞ്ഞു, അത് ചാങ്, അവൻ മറ്റാരുടെയോ പവർ കടങ്ങൊണ്ടിരിക്കുകയാണ്. ചാങ്മാങ് പക്ഷേ അതൊന്നും കേൾക്കാനുള്ള മൂഡിലല്ല. ചാങ്മാങ് അവർ രണ്ടുപേരുടെയും പറഞ്ഞു, അവൻ ആരുടെ ശക്തി കടങ്ങൊണ്ടാലും അവനെ ഞാൻ തീർക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചാങ്മാങ് മുന്നോട്ട് കുതിക്കാനായി ശ്രമിക്കുമ്പോൾ തന്നെ ലിയും ചാങ്മാങ്ങിന്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ശരിക്കും ലിയു മുന്നോട്ട് വന്ന വേഗത ആ മൂവരെ അമ്പരപ്പിച്ചു എന്ന് പറയാം. കണ്ണടച്ച് തുറക്കുമ്പോൾ ആ 50 അടിയും ലിയു കടന്നിരിക്കുകയാണ്. ലിയു അടുത്തെത്തിയതും പെട്ടെന്ന് ആ കൈയൊന്ന് അനങ്ങി. ആ നിമിഷത്തിൽ ചാങ്മാങ്ങിനും ജൂവിനും ഫാറ്റിക്കും മുകളിലായി അതിശക്തമായ ആ ചുവന്ന വെള്ളം വന്ന് വീഴുകയാണ്. ആ റെഡ് റിവർ അവർ 3 പേരും വിഴുങ്ങുമെന്ന് തോന്നിയ ആ നിമിഷത്തിൽ ജൂവിന്റെ ബോഡിയിൽ നിന്ന് ഒരു നീലപ്രകാശം പുറത്തേക്ക് വ്യാപിച്ചു. ആ നീലപ്രകാശം ആ റെഡ് റിവറിനെ തടുത്ത ആ നിമിഷത്തിൽ ജൂ ഫാറ്റി സിതുമായി അവിടെ നിന്ന് ഒത്തിരി പുറകോട്ട് മാറി. ചാങ്മാങ്ങിന് ആ റെഡ് റിവറിനെ പ്രതിരോധിക്കാൻ പറ്റും. ജൂവിനും അതുപോലെ ഫാറ്റി സിതുവിനും അത് പറ്റില്ല. അതുകൊണ്ടാണ് ആ ഫീനിക്സ് സ്പിരിറ്റ് ആക്ടിവേറ്റ് ചെയ്ത് ജൂ പുറകോട്ട് മാറിയത്. പുറകോട്ട് മാറിയ ജൂവും ഫാറ്റി സിതുവും മുമ്പിൽ നടക്കുന്ന ആ ഫൈറ്റിൽ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ദേഹത്തേക്ക് ആ ചുവന്ന റിവറിൽ നിന്ന് വെള്ളം വീണ് കഴിഞ്ഞ ചാങ്മാങ് 2 കൈയും ഒന്ന് നിവർത്തി ശക്തമായി പഞ്ച് ചെയ്യുകയാണ്. ചാങ്മാങ്ങിന്റെ അതിശക്തമായ പഞ്ച് ആ നദിയോടാണ്. ആ നദി ഒരു ആൾ രൂപത്തിലേക്ക് ആ പഞ്ച് കൂടുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ മാറി മാറി വരികയാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ലിയുവിന്റെ തൊട്ടു മുന്നിൽ ഒരു ആചാന ബാഹു പ്രത്യക്ഷപ്പെട്ടു. ആ ആചാന ബാഹു ആ നദിയുടെ നിയന്ത്രണം കൈവശം വെക്കുന്ന ആ ആൻസിസ്റ്റർ ആണെന്ന് അത് കണ്ടതും ഫാറ്റി സിതു ജൂവിനോട് പറഞ്ഞു, ജൂ, അതാണ് ആ ആൻസിസ്റ്റർ. അയാളാണ് ആ നദിയെ മെരുക്കി കൂടെ കൊണ്ടു നടക്കുന്നത്. ശരിക്കും ആ പാതാള നദി എന്നറിയപ്പെടുന്ന ആ ചുവന്ന നദി ഒരു വലിയ ആയുധമാക്കി ആൻസിസ്റ്റർ വളർത്തിയെടുത്തിരിക്കുകയാണ്. അയാളൊരു അതിശക്തനാണ്. അയാൾക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ് ലിയു. ലിയുവിനെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയ ആ ആൻസിസ്റ്റർ ചാങ്മാങ്ങിനെ ഒന്ന് നോക്കിയിട്ട് ചാങ്മാങ്ങിനോട് പറഞ്ഞു, ഹേയ്, നീ എന്നോട് ഫൈറ്റ് ചെയ്ത് വിജയിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈയൊന്ന് നിവർത്തി ഒരൊറ്റ ഇടി. ആ ഇടി ചാങ്മാങ്ങിന്റെ പുറത്ത് പതിക്കുമെന്ന് ആയ നിമിഷത്തിൽ പെട്ടെന്ന് ചാങ്മാങ് അവിടുന്ന് വലിച്ചു മാറ്റപ്പെട്ടു. ചാങ്മാങ്ങിനൊപ്പം ഫാറ്റി സിതുവും ജൂവും കൂടി അവിടുന്ന് വലിച്ചു മാറ്റപ്പെടുകയാണ്. അവർ 3 പേരും ഇപ്പോൾ ഇൻവെസ്റ്റർ ഗോഡ്സിനകത്തുണ്ട്. ശ്രീഹരി അവരുടെ സമീപത്ത് അന്തരീക്ഷത്തിൽ അങ്ങനെ മറഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് വ്യക്തം. ശ്രീഹരി കണ്ടതും അവർ 3 പേരും ശ്രീഹരിയോട് പറഞ്ഞു, സീനിയർ, അവന്റെ ശക്തി കൂടിയിരിക്കുകയാണ്. അതെ, ഞാനും കണ്ടു. അവന്റെ കൂടെ ആ നദി നിയന്ത്രിക്കുന്ന ആ ആൻസിസ്റ്ററുമുണ്ട്. ആ നദിയെ നിയന്ത്രിക്കുന്ന ആൻസിസ്റ്റർ ലിയുവിനൊപ്പം ഉള്ളപ്പോൾ ലിയുവിന്റെ ബോഡിയിൽ നിന്ന് ആ 72 ഹാർട്ടുകൾ സംഘടിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ 1000 കേവിന് മുകളിലൂടെ പറക്കുന്ന ശ്രീഹരിയും ടീമും തുടർന്ന് ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്.
അവർക്ക് ആ ഹാർട്ടുകൾ കിട്ടിയേ പറ്റൂ. അവരങ്ങനെ മുകളിൽ കൂടെ കറങ്ങുമ്പോൾ താഴെ നിൽക്കുന്ന ലിയു ചുറ്റും നോക്കുകയാണ്. ചാങ്മാങ്ങിന്റെ ഫ്രണ്ട്സും തികച്ചും അപ്രതീക്ഷിതമായി അവന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. എന്തോ മാന്ത്രിക ആർട്ടിഫാക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അവര് അവിടെ എവിടെയോ മറഞ്ഞതാണെന്ന് ലിയുവിന് അറിയാം. ഈ സംഭവം അവിടെ എങ്ങനെ നടക്കുമ്പോൾ സാക്ഷാൽ മാർക്ക് ഫെല്ലർ പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എക്സ്പ്ലോറേഷൻ എല്ലാം തന്നെ സംഘടന നടന്ന നഗരങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. മാർക്ക് ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടെ ആ ഡീമൻ കടന്നു പോയിട്ടുണ്ടാവും. അവിടെയുള്ള സകല മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കൊല്ലപ്പെടുന്ന ആ മനുഷ്യന്റെ സോൾ വരെ ആഗിരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് ഈ സോൾ അബ്സോർബിംഗ് ടെക്നിക്ക് പല ശൈലിയിൽ പഠിച്ചിട്ടുണ്ട്. ഡീമൻസിന്റെ സോൾ അബ്സോർബിംഗ് ടെക്നിക്കും മനുഷ്യരുടെ സോൾ അബ്സോർബിംഗ് ടെക്നിക്കും ആ ചെകുത്താന്റെ സോൾ അബ്സോർബിംഗ് ടെക്നിക്കൊക്കെ മാർക്ക് പഠിച്ചതാണ്. ഇവിടെ ഈ ഡീമൻ സോൾ അബ്സോർബ് ചെയ്യുന്നത് ഇനി ഒരിക്കലും ആ മനുഷ്യർ പുനർജനിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, അങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ അവന്റെ പവർ കൂടുന്നുണ്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്ന മാർക്കിനും ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അവന്റെ നശീകരണ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഇപ്പോൾ ആ ഡീമന്റെ ഓറയാണ് ഫോളോ ചെയ്യുന്നത്. മാർക്ക് ആ ഡീമനെ അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് അകലെ ആ ഹെവൻ ബ്യൂറിയൽ കേവിനകത്ത് ആലിസ്റ്റർ കുടുംബത്തിന്റെ തലവൻ സാക്ഷാൽ മിങ് ആലിസ്റ്ററും റിയ ആലിസ്റ്റർ ഉൾപ്പെടെയുള്ള സകല ആളുകളും അതിനകത്ത് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവര് യുദ്ധം ചെയ്യുന്നത് അവിടെയുള്ള ആ ആൻസസ്റ്റർ സൃഷ്ടിക്കുന്ന ആ ജെയിന്റുകളുമായിട്ടാണ്. ജെയിന്റുകളെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ അവർക്ക് ലഭിക്കുക ആ അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് സ്റ്റോണുകളും അതുപോലെ ഗോഡ് സോഴ്സസ് എന്നറിയപ്പെടുന്ന ആ നിറമുള്ള കല്ലുകളുമാണ്. അത് രണ്ടും ഒരുപാട് എനർജി സൂക്ഷിക്കുന്ന കല്ലുകളാണെന്ന് പറയാം. ശരിക്കും എനർജി ആ കല്ലുകൾ ഘനീഭവിച്ചിരിക്കുകയാണ്, കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ആ 12 അംഗ ടീം അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന ആക്ടിവിറ്റി ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കുലപതി അതേ ആക്ടിവിറ്റി ചെയ്യുകയാണ്. വേറെ സ്ഥലത്ത് സാക്ഷാൽ സിമ്രാനുമുണ്ട്. ഗോഡ് സ്ലെയറിലെ സിമ്രാനും ഒരു ആർട്ടിഫാക്റ്റ് കയ്യിലുണ്ട്. ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ ഒരു ഭാഗം ആലിസ്റ്റർ കുടുംബത്തിന്റെ കയ്യിലും ഉള്ളത് ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ ഒരു ഭാഗമാണ്. കുലപതിയുടെ കയ്യിലുമുള്ളത് ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ ഒരു ഭാഗമാണ്. അവർ 3 പേരും ആ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിക്കുന്നത് ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് എന്ന ആ മാന്ത്രിക വേൾഡിനെ നിയന്ത്രിക്കുന്ന ആ ജെയിന്റിന് അവിടേക്ക് കടക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. മിങ് ആലിസ്റ്ററും റിയ ആലിസ്റ്ററും അതുപോലെ കുലപതിയും സിമ്രാനും ഒക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അവരാ ജനറൽസ് എന്ന് വിളിക്കപ്പെടുന്ന ആളുകളെ കൊലപ്പെടുത്തി ആ ഊർജ സോഴ്സുകളൊക്കെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അതിശക്തമായ ഒരു ആരവം അവർ കേട്ടു. ഒരു കാറ്റ് ആ ഗുഹാമുഖത്തേക്ക് അടിച്ചു വരുന്ന പോലെ ഒരു ഫീലാണ് അവർക്കുണ്ടായത്. ശക്തമായ ഒരു പ്രഷർ അവർക്ക് അനുഭവപ്പെടുകയാണ്. ആ പ്രഷർ അനുഭവപ്പെടുന്നത് കണ്ടതും ആലിസ്റ്റർ കൂടുതൽ ആളുകളേക്ക് ആ ഇൻവെസ്റ്റർ ഗോഡ്സിനകത്തേക്ക് ആ നിമിഷം പിൻവലിച്ചു. ആ ഇൻവെസ്റ്റർ ഗോഡ്സിനകത്തൂടി ആലിസ്റ്റർ ആ കാഴ്ച കണ്ടു. അകത്തേക്ക് കൊടുങ്കാറ്റ് പോലെ ഒരു കൂറ്റൻ രൂപം പാഞ്ഞു വരുന്ന കാഴ്ച. മാർക്ക് ഫെല്ലർ ഫോളോ ചെയ്യുന്ന അതേ ഡീമനാണ് ആ ഗുഹയിലേക്ക് പാഞ്ഞെത്തിയത്. ശരിക്കും ആ ഗുഹയിരിക്കുന്ന എൻറ്റയർ മേഖലയും ഒരു തരത്തിലുള്ള മൂടൽ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. ആ മൂടൽ മഞ്ഞിനകത്ത് ആ ജനറൽസിനെ കണ്ടെത്തി അവരെ വധിച്ച് ജീവൻ മരണ പോരാട്ടം നടത്തിയാണ് അവിടെയുള്ള യോദ്ധാക്കളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ഈ 3 ടീമിന് പുറമെ വേറെ ഒരുപാട് യോദ്ധാക്കൾ അവിടെയുണ്ട്. സകല ആളുകളും ആ ഊർജ്ജ സോഴ്സ് കണക്കാക്കിയാണ് അവിടെ വരുന്നത്. ആ ഗുഹ നിയന്ത്രിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ പ്രതിഭാസമോ ഇടപെട്ടുകൊണ്ടാണ് ജനറൽസ് എന്ന് വിളിക്കപ്പെടുന്ന രൂപങ്ങൾ ഉണ്ടാകുന്നത്. പുകയ്ക്കുള്ളിൽ ഒരു രൂപം ഉണ്ടാവും. ആ രൂപത്തിന് തകർത്താൽ അതിന്ന് ഈ പറഞ്ഞ പോലെ കല്ലുകൾ കിട്ടും, ഊർജ്ജ സോഴ്സുകൾ. ഒരുപാട് ആളുകൾ അവിടെ എത്തുമ്പോൾ അനവധി ആളുകൾ അതിൽ നിന്ന് കൊല്ലപ്പെടുന്നുമുണ്ട്. അവരുടെയൊക്കെ സോളുകൾ ആ ഭാഗത്ത് അലിഞ്ഞു തിരിയുന്നുമുണ്ട്. ഈ കാഴ്ച ആ അലിഞ്ഞു തിരിയുന്ന സോളുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് അവിടെ ശരിക്കൊരു മൂടൽ മഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് സോളുകളാണ് ശരിക്കും ആ ഗുഹയുടെ പരിസരത്തുള്ളത്. ആ ലക്ഷക്കണക്കിന് സോളുകളുള്ള ആ മേഖലയിലേക്ക് ആ ഡീമൻ പാഞ്ഞു കയറിയതും ആ എൻറ്റയർ മൂടൽ മഞ്ഞും പെട്ടെന്ന് ഒന്ന് അനങ്ങി. ആ അനക്കം പെട്ടെന്നൊരു കാറ്റായി മാറി. ആ കാറ്റ് ആ എൻറ്റയർ ഏരിയയും കവർ ചെയ്ത് ആ ഡീമന് നേരെ പാഞ്ഞു വരുമ്പോൾ അത് ആലിസ്റ്ററും ടീമും കാണുന്നുണ്ട്. സകല മേഖലയിലുള്ള ആളുകൾക്ക് ആ ഡീമന് നേരെ പാഞ്ഞു വരുന്ന ആ കാറ്റ് ഒരു അമ്പരപ്പുണ്ടാക്കുമ്പോൾ ആ കാറ്റിനെ വളരെ കൂളായി വാ തുറന്ന് ആ ഡീമൻ തൻ്റെ വായ്ക്കകത്തേക്ക് ഉൾക്കൊള്ളുകയാണ്.
ശരിക്കും ഒരു ഗുഹാമുഖത്തേക്ക് വെള്ളം കയറി പോകുന്നത് പോലെ ആ വായ്ക്കകത്തേക്ക് ആ കാറ്റെങ്ങനെ കയറി പോവുകയാണ്. ആ കടന്നു പോകുന്ന മൂടൽമഞ്ഞിന്റെ ഭാഗമായ ആ സോളുകൾ ഒന്നടങ്കം അയാൾ വിഴുങ്ങുകയാണെന്ന് വ്യക്തം. ഞെട്ടിക്കുന്ന ആ കാഴ്ച അമ്പരപ്പോടെ കണ്ടു നിൽക്കുന്ന അവരെ നോക്കി ഏതാനും മിനിറ്റ് കഴിഞ്ഞതും ആ ഡീമൻ ഒന്ന് ചിരിച്ചു. ആ ഡീമന്റെ ചിരി വളരെ ഉറക്കത്തിലാണ്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ ഉറക്കെ പറഞ്ഞു, അപ്പോ നമുക്ക് തുടങ്ങാമല്ലേ? അയാൾ ആരോടൊന്നില്ലാതെയാണ് ആ ഡയലോഗ് പറഞ്ഞത്. ആ ഡയലോഗ് കേട്ടപ്പോൾ ഏതാനും യോദ്ധാക്കൾ അയാളെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചതും ഒരു ശബ്ദം കൂടി അവർ കേട്ടു. ഹേയ്, ഇവിടെ നിന്ന് അങ്ങനെ ആർക്കും പുറത്തു പോകാനാവില്ല. വളരെ കൂളായി അയാൾ ആ ഡയലോഗ് പറയുമ്പോൾ ആലിസ്റ്റർ കുടുംബത്തിന്റെ തലവൻ മെങ്ക് ആലിസ്റ്ററും കൂടെയുള്ള ആളുകളും അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി അവരുടെ ഇൻവെസ്റ്റർ ഗോഡ്സിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു എനർജി ബാരിയർ ആ എൻറ്റയർ മേഖലയും ഉള്ളതുപോലെ അവർക്കൊരു തോന്നൽ. അവർക്ക് വേണമെങ്കിൽ ആ ഇൻവെസ്റ്റർ ഗോഡ്സിനകത്ത് സുരക്ഷിതമായി ഇരുന്നിട്ട് അവിടെ നിന്ന് പുറത്തു കിടക്കാം. പക്ഷേ ആയിരക്കണക്കിന് യോദ്ധാക്കൾ ഇപ്പോൾ താഴെയുണ്ട്. ആ യോദ്ധാക്കളെ അവരൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. അവിടെയുള്ള മൂടൽമഞ്ഞ് മുഴുവൻ വലിച്ചു മാറ്റപ്പെട്ടപ്പോൾ ആ യോദ്ധാക്കൾ ശരിക്കും ആ ജനറൽമാരോട് പോരടിക്കുന്നത് സകല സ്ഥലത്തും കാണാം. അതിരൂക്ഷമായ യുദ്ധമാണ് ആ എൻറ്റയർ മേഖലയിൽ നടക്കുന്നത്. അതിനിടയിലാണ് ആ ഡീമന്റെ ശബ്ദം അവർ കേട്ടത്. പെട്ടെന്ന് ഒരു യോദ്ധാവ് അതിശക്തമായ ഒരു സോഡ് ലൈറ്റുമായി ആകാശത്തൂടെ പാഞ്ഞു വന്ന് ആ ഡീമനെ ആഞ്ഞൊരൊറ്റ വെട്ട്. സകല ആളുകളും കണ്ണ് അടയ്ക്കാതെ ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കുകയാണ്. ആ ഡീമന് മുകളിൽ ഒരു ആക്രമണം നടത്താൻ ധൈര്യം കാണിച്ച ആ യോദ്ധാവിനെ മനസ്സാ സ്മരിച്ചുകൊണ്ട് എല്ലാവരും ആ രംഗത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ വാള് ആ ഡീമന്റെ പുറത്ത് തട്ടുകയാണ്. ശരിക്കും ഡീമനെ രണ്ടായി മുറിക്കാൻ വേണ്ടി ആഞ്ഞു വെട്ടിയ ആ വാള് ആ ഡീമന്റെ പുറത്തുനിന്ന് തട്ടിയതും ആ വാള് ഒടിഞ്ഞ് താഴങ്ങി വീണു. ആ വാളിനൊപ്പം പാഞ്ഞെത്തിയ ആ യോദ്ധാവ് ശരിക്കും വായുവിൽ ഒരു നിമിഷം സ്തംഭിച്ചു അങ്ങനെ നിന്നുപോയെന്ന് പറയാം. അവന് ആകാശത്തോടെ ചലിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് അവൻ ആ വാളുമായി ആകാശത്തോടെ പാഞ്ഞു വന്നത്. പക്ഷെ അവന് മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ കഴിയുമ്പോൾ ഡീമന്റെ ഇടത് കൈ അവന്റെ കഴുത്തിൽ പതിച്ചിരുന്നു. ആ ഇടത് കൈ കൊണ്ട് ഡീമൻ ഒരൊറ്റപ്പെടുത്തും. ആ യോദ്ധാവ് അവിടെ ആ നിമിഷം അവസാനിച്ചു. ആ യോദ്ധാവ് കൊല്ലപ്പെട്ട ആ നിമിഷത്തിൽ ഡീമൻ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. അയാൾ കുതിച്ചെത്തിയത് ഒരു കൂട്ടം യോദ്ധാക്കൾ നിന്ന സ്ഥലത്താണ്. ഏതാനും സെക്കൻഡുകൾ അത്രയും വേണ്ടി വന്നുള്ളൂ ആ യോദ്ധാക്കൾ മുഴുവൻ ഡീമന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടാൻ. പിന്നെ നമ്മൾ കാണുന്നത് ഒരു നരവേട്ടയാണ്. ആ ഡീമൻ എങ്ങോട്ട് നീങ്ങുമ്പോഴും അവിടെ ആളുകൾ കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെടുന്ന ആളുകളുടെ സോൾ ഉൾപ്പെടെ വലിച്ചെടുക്കുന്ന അയാളെ ആ ശൈലിയിൽ നിലനിർത്താൻ അനുവദിച്ചാൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ബോധ്യമായതും മെങ്ക് ആലിസ്റ്റർ അയാളുടെ പീക്ക് പവർ ഉപയോഗിച്ചുകൊണ്ട് സകല സുഹൃത്തുക്കളും കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ പറഞ്ഞു, നമ്മൾ ഒന്നിച്ച് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കേൾക്കേണ്ട താമസം സകല മേഖലയിലും അതിൻ്റെ പ്രതിധ്വനി ഉണ്ടായി. പല ഭാഗത്തായി കൾട്ടിവേറ്റ് ചെയ്യുന്ന അതിശക്തരായ യോദ്ധാക്കൾ ഒരുപാട് അവിടെ ഉണ്ടെന്ന് അടുത്ത നിമിഷം മെങ്ക് ആലിസ്റ്ററിന് പോലും മനസ്സിലാവുകയാണ്. പല മേഖലയിൽ നിന്നായി അതിശക്തരായ യോദ്ധാക്കളുടെ ഒരു വൻ നിര തന്നെ അങ്ങോട്ട് വന്നു. ആ വൻ നിരയിൽ ഏറ്റവും മുന്നിലുള്ളത് സാക്ഷാൽ കുലപതിയാണ്. അങ്കിൾ ബായി എന്ന് പലരും വിളിക്കുന്ന ആ കുലപതി മുന്നിലേക്ക് വരുമ്പോൾ ആ ഡീമനും കുലപതിയെ കണ്ടു. കുലപതി മാത്രമല്ല ബാക്കിയുള്ള യോദ്ധാക്കളെയൊക്കെ കണ്ടു. ആ യോദ്ധാക്കളെ ഒന്ന് നോക്കിയ ആ ഡീമൻ ഒന്ന് ചിരിച്ചു. ഞാൻ ശരിക്കും ഒന്ന് ഫൈറ്റ് ചെയ്തിട്ട് കാലം ഒരുപാടായി. ആ ഡയലോഗ് ആ ഡീമൻ പറഞ്ഞ ആ നിമിഷത്തിൽ കുലപതി ആലിസ്റ്ററോട് പറഞ്ഞു, ഇത് ഡീമൻ തടവറയിൽ ഉണ്ടായിരുന്ന ആ ഡീമനാണ്. ഡീമനുകളെ തടവിലിട്ടിരിക്കുന്ന നിലവറയെ കുറിച്ച് ആലിസ്റ്റർ കുടുംബത്തിന് അറിയാം. അവരും ഈ സെയിന്റ് വേൾഡിന്റെ ഭാഗമാണല്ലോ. ആ സെയിന്റ് വേൾഡിൽ എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഒരുപാട് ഡീമനുകളെയും മോൺസ്റ്റേഴ്സിനെയൊക്കെ തടവറയിൽ ഇടുന്ന ഒരു സ്വഭാവം ആ സെയിന്റുകൾക്ക് ഉണ്ടായിരുന്നു. ആ സെയിന്റുകൾ കൂടിച്ചേർന്നിട്ടും ഗോഡ് ലെവലുള്ള ആളുകൾ കൂടിച്ചേർന്നിട്ടും ഡീമനുകളെ പിടികൂടിയ ഒരു കാലഘട്ടമുണ്ട്. അങ്ങനെ പിടികൂടപ്പെട്ട ഡീമനുകളിൽ ഒന്നാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ആ ഡീമൻ സ്ലേയിങ് റിംഗ് എന്നറിയപ്പെടുന്ന സ്ഥലത്തുനിന്ന് ഈ ഡീമൻ എങ്ങനെ രക്ഷപ്പെട്ടു? സാധാരണഗതിയിൽ അവിടെ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അതൊരു മാന്ത്രിക ആർട്ടിഫാക്റ്റാണ്. അതിനെ വിളിക്കുക 9 ഗ്ലാസ് എന്നാണ്. 9 മുഖങ്ങളുള്ള ഒരു ഗ്ലാസ് ജാറ് പോലെയാണ് ആ നിലവറയെന്നോ വലിയ സ്തൂപമെന്നൊക്കെ അതിനെ വിളിക്കാം. ആ ജാറിനുള്ളിലാണ് ഈ ഡീമനുകളെല്ലാം തടവിലാക്കപ്പെട്ടിരുന്നത്. അത് ശരിക്കും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. ആ ഗ്ലാസ് തകർത്ത് അതിനകത്തുനിന്ന് ഒരു കാരണവശാലും
അതിലെ ഡീമനുകൾക്കോ മോൺസ്റ്റേഴ്സിനോ പുറത്ത് കടക്കാൻ പറ്റില്ല. ഓരോ ഡീമനുകളും ഓരോ ഗ്ലാസ് ജാറിനകത്താണ്. ഈ ഡീമൻ അതിനെ അടച്ചിരുന്ന ഗ്ലാസ് ജാർ തകർത്തു എന്ന് പറയുമ്പോൾ അതിന്റെ പവർ ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അങ്ങനെ ഒരു ചിന്ത മെങ്ക് ആലിസ്റ്ററിന്റെ മനസ്സിലേക്ക് വന്നതും കുലപതി മെങ്ക് ആലിസ്റ്ററോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ആരോ ഇവനെ സഹായിച്ചു എന്നാണ്. പുറത്തുള്ള ആരുടെയോ സഹായത്തോടു കൂടി ആ ഗ്ലാസ് ജാർ തകർത്ത് ആ ഡീമൻ പുറത്തെത്തിയതാണ്. ഈ യുഗത്തിലെ ആളെ അല്ല ഡീമൻ. ഇപ്പോ അവിടെ കാണുന്ന ആളുകളുടെയൊക്കെ ആൻസിസ്റ്റേഴ്സ് ജനിക്കുന്നതിന് മുന്നേ ജീവിച്ചിരുന്ന ഒരു തലമുറയുടെ ഭാഗമാണ് ആ ഡീമൻ. അയാള് എത്രയോ കാലങ്ങളായി തടവറയിലായിരുന്നു. അവിടെ നിന്ന് ആരോ അയാളെ പുറത്തിറക്കിയിരിക്കുകയാണ്. 9 ഗ്ലാസ് ജാറിൽ നിന്ന് പുറത്തിറക്കാൻ അയാളെ സഹായിച്ച ആള് ശരിക്കും ഈ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചുറച്ച ആരെങ്കിലും ആകും. കാരണം ഈ ഡീമൻ മനുഷ്യരെ മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. അവിടെയുള്ള ആ ജനറൽമാരെ ഒന്നിനെയും ആ ഡീമൻ ടാർഗറ്റ് ചെയ്യുന്നില്ല. ജനറൽമാരെ എതിരിടുന്ന യോദ്ധാക്കളെ മാത്രമാണ് ആ ഡീമൻ ടാർഗറ്റ് ചെയ്യുന്നത്. അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആലിസ്റ്ററിനും കുണ്ടർക്ക് മനസ്സിലായി. ഈ ചർച്ച ആലിസ്റ്ററും ബായി തമ്മിൽ നടക്കുമ്പോൾ തന്നെ അവിടെ യുദ്ധം നടക്കുകയാണ്. ആ ഡീമനെ പലരും എതിരിടുന്നുണ്ട്. ആ എതിരിടുന്ന ആളുകളൊക്കെ ഡീമൻ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന കുലപതി പെട്ടെന്ന് അയാളുടെ സർവ്വ പവറും ആ ഇൻവെസ്റ്റർ ഗോഡ്സിന്റെ പവറും കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ആ മുഖംമൂടി ധരിച്ച സിമ്രാൻ ആ ഇൻവെസ്റ്റർ ഗോഡുമായി പ്രത്യക്ഷപ്പെട്ടു. ആലിസ്റ്റർ കുടുംബത്തിന്റെ ആളുകളും കുലപതിയും ആ ഡീമനെ നേരിടാൻ ശ്രമിക്കുന്ന ആ നിമിഷത്തിലാണ് മറുഭാഗത്ത് സിമ്രാൻ വന്നത്. സിമ്രാൻ വന്നതും ഡീമൻ അവൾക്ക് നേരെ തിരിഞ്ഞതും ഒരേ നിമിഷത്തിലാണ്. എന്താണ് ആ ഡീമൻ ചെയ്തെന്നറിയില്ല. അവൻ മുന്നോട്ട് കുതിക്കുകയും അതിശക്തമായ ഒരു ആക്രമണം നടത്തുകയും ചെയ്തു. ഡീമന്റെ കയ്യിൽ എവിടെ നിന്നോ ഒരു കുന്തം വന്നു ചേരുകയാണ്. വായുവിലൂടെ പാഞ്ഞ ആ ഡീമന്റെ കയ്യിലെ കുന്തം സിമ്രാന് നെഞ്ചിലൂടെ പാഞ്ഞു പോകുന്ന കാഴ്ച ഒരു ഞെട്ടലോട് കൂടിയാണ് ആലിസ്റ്ററും കൂടെയുള്ളവരും കണ്ടത്. അവർക്ക് നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് സിമ്രാൻ നിന്നത്. ഗോഡ് സ്ലെയർ ഡിവിഷനിലെ സിമ്രാന്റെ നെഞ്ചിലൂടെ ആ സ്ഫിയർ കടന്നു പോകുമ്പോൾ ശരിക്കും സിമ്രാൻ പോലും ഞെട്ടിപ്പോവുകയാണ്. അവൾക്ക് ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള സമയം ലഭിക്കും മുമ്പ് ആ സ്ഫിയർ അവളുടെ നെഞ്ച് തുളച്ചിരുന്നു. സ്ഫിയർ അവളുടെ നെഞ്ച് തുളച്ച ആ നിമിഷത്തിൽ അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ ആ കാൽഭാഗം, ആ പേപ്പർ ആ നിമിഷത്തിൽ ആ ഡീമന്റെ കയ്യിലാവുകയും ചെയ്തു. ഈ കാഴ്ച ആലിസ്റ്റർ കുടുംബത്തിലെ ആളുകളും കുലപതിയും കൃത്യമായി കണ്ടു. ഈ സമയത്ത് സിമ്രാന്റെ നെഞ്ചിലൂടെ പാഞ്ഞ ആ കുന്തം അവിടെ ഗുഹയ്ക്ക് സമീപത്തുള്ള ഒരു മരത്തിലേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണ്. ഇപ്പോ ആ കാഴ്ച എല്ലാവർക്കും വിസിബിൾ ആണ്. മരത്തിൽ കുത്തി നിൽക്കുന്ന ആ കുന്തത്തിൽ കൊരുത്ത് കിടക്കുകയാണ് സിമ്രാൻ. ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് ജീവനോടെ ഉണ്ടായിരുന്ന സിമ്രാൻ എന്ന ആ ഗോഡ് സ്ലെയർ ഇതാ ആ മരത്തിൽ വെറുമൊരു ഓർമ്മയായി മാറിയിരിക്കുകയാണ്. തന്റെ കയ്യിലേക്ക് വന്ന ആ തുണ്ട് പേപ്പറിലേക്ക് ഒന്ന് നോക്കിയാൽ ആ ഡീമൻ ആ പേപ്പർ അതീവ ശ്രദ്ധയോടുകൂടി ഒന്ന് അനക്കിയതും അയാളുടെ കൈവശമുള്ള മാന്ത്രിക നിലവറയിലേക്ക് ആ പേപ്പർ അങ്ങ് അപ്രത്യക്ഷമായി. അയാൾ ആ പേപ്പർ ഒളിപ്പിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ അറിയാം അയാളിത് മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നതാണ്. നേരത്തെ ബായി പറഞ്ഞ കാര്യവുമായി ഇതിനെ കൂട്ടി ഒലിപ്പിക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആരോ ഈ ഡീമന്റെ പിന്നിലുണ്ട്. ആരാണ് അയാളുടെ പിന്നിലുള്ളതെന്ന കാര്യം അവർക്ക് അറിയത്തുമില്ല. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കാനുള്ള സമയമില്ല. പെട്ടെന്നാണ് റിയ ആലിസ്റ്റർ അവളുടെ കൈവശമുള്ള ആ വാള് ആക്ടിവേറ്റ് ചെയ്തത്. അതേസമയത്ത് മെങ്ക് ആലിസ്റ്ററും കുലപതിയും കൂടെയുള്ള സകല യോദ്ധാക്കളും ഒരുമിച്ച് അവരുടെ ഡിവൈൻ ആർട്ടിഫാക്റ്റുകളും ആയുധങ്ങളും ആക്ടിവേറ്റ് ചെയ്ത് ആ ഡീമനെ അങ്ങ് വളഞ്ഞു. അതിശക്തമായ ഒരു പോരാട്ടം ആ ഡീമനെ എതിരെ നടത്തിയാൽ ഡീമനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആ ബോധ്യത്തിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു രംഗമാണ് തുടർന്നുണ്ടായത്. അതിശക്തമായ അറ്റാക്കുമായി അവരെ ഡീമനെ നേരിട്ടതും ഡീമന്റെ ശക്തി പെട്ടെന്നങ്ങ് വർദ്ധിച്ചു. അയാൾ ഓരോ ആളിനെ കൊല്ലുമ്പോഴും അയാളുടെ ശക്തി കൂടിക്കൂടി വരികയാണ്. ഇപ്പൊ സിമ്രാന്റെ ആത്മാവ് കൂടി അയാൾ വലിച്ചെടുത്തോടുകൂടി അയാളുടെ ശക്തിക്ക് ഒരു വളർച്ച ഉണ്ടായിരിക്കുകയാണ്. ആ വളർച്ച അയാളുടെ ഫസ്റ്റ് പഞ്ചിൽ തന്നെ അവിടെ പ്രതിഫലിച്ചു. അയാളുടെ നേരെ പാഞ്ഞു വന്ന ആലിസ്റ്റർ കുടുംബത്തിലെ ഒരു യോദ്ധാവ് ആ ഒരൊറ്റ ഇടിയിൽ ആ നിമിഷം ചിന്നിച്ചെറിയുകയാണ്. 12 യോദ്ധാക്കളുമായി അവിടെ എത്തിയിരിക്കുന്ന ആലിസ്റ്റർ കുടുംബത്തിലെ ഒരാള് ചിതറുമ്പോ മെങ്കിന്റെ ഹൃദയം ഒന്ന് പടപട പിടിച്ചു. ശരിക്കും അവിടെ ആ ആലിസ്റ്റർ കുടുംബത്തിന്റെ ക്രീമായിട്ടുള്ള ആളുകളുമായിട്ടാണ് മെങ് അവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവരും അയാൾക്ക് വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ അതേക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. കാരണം ആ ഡീമൻ ചുറ്റുമുള്ള സകലതിനെയും പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലപ്പോഴും മാത്രമാണ് അയാൾ ആയുധം കയ്യിലെടുക്കുന്നത്. അല്ലെങ്കിൽ അയാളുടെ ഇരു കൈകളാണ് അയാളുടെ ആയുധം എന്ന് പറയുന്നത്. ഈ കാഴ്ച വളരെ ശ്രദ്ധിച്ച് കാണുകയാണ് കുലപതി. കുലപതിക്ക് താൻ എതിരിടുന്ന ആ ഡീമൻ അതിശക്തനാണെന്ന് കൃത്യമായും ബോധ്യമായിട്ടുണ്ട്.
ഹോളി കോൺഷ്യസ് ലെവലിലേക്ക് കടക്കുന്ന ആളുകളാണ് ഈ കുലപതിയും അതുപോലെ മെങ്ക ആലിസ്റ്ററും ഒക്കെ. അവർക്ക് ഡാവോ കോൺഷ്യസിലുള്ള ആളുകൾ ഒരു വിഷയമല്ല. പക്ഷേ അവർ ഈ നേരിടുന്ന ഈ ഡീമൻ ഹോളി കോൺഷ്യസിനും മുകളിലുള്ള ഒരാളാണോന്ന് അവർക്കൊരു സംശയം. ഗോഡ് ലെവലിലെ ഒരാളിന്റെ സകല ലക്ഷണവും ആ ഡീമനുണ്ട്. ആ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നതും മെങ്ക ആലിസ്റ്ററിന്റെയും കുലപതിയുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. അടുത്ത നിമിഷത്തിൽ രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് കുതിക്കുകയാണ്. മെങ്ക ആലിസ്റ്ററുടെ വിശ്വപ്രസിദ്ധമായ ഒരു ഡിഫൻസ് മെക്കാനിസം മെങ്ക ആലിസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അനവധി ചെറു നക്ഷത്രങ്ങൾ കൊണ്ട് ഒരു മാല തീർത്ത മെങ്ക ആലിസ്റ്റർ ആ മാലയാണ് ഒരു ഡിഫൻസ് മെക്കാനിസമായി ഉപയോഗിക്കുന്നത്. ആ മാല ഒരു എൻറ്റയർ ഏരിയ പ്രൊട്ടക്ട് ചെയ്യാണ്. അതേസമയത്ത് മുകളിലേക്ക് കുതിച്ച കുലപതി താഴേക്ക് അതിവേഗം പാഞ്ഞു വരുമ്പോൾ അയാളുടെ കയ്യിലുള്ള ആ കൂറ്റൻ വാള് നേരെ കുത്തനെ പിടിച്ചിരിക്കുകയാണ്. ആ താഴെയുള്ള ഡീമന്റെ തലയിലേക്ക് ആഞ്ഞ് കുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് താഴേക്ക് പായുന്ന ആ കുലപതിക്കുള്ളത്. കുലപതിയുടെ സർവശക്തിയും കുലപതി ആ വാളിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. ബായി താഴേക്ക് പാഞ്ഞു വന്ന ആ നിമിഷത്തിൽ മുകളിലേക്ക് നോക്കിയ ആ ഡീമൻ ഒരൊറ്റ ഇടി. ഡീമന്റെ അതിശക്തമായ ആ പഞ്ചും കുലപതിയുടെ അതേപോലെ ശക്തമായ ആ വാളും തമ്മിലുള്ള ഒരു ഉഗ്ര സംഘടന നടക്കുമ്പോൾ സകല ആളുകളെയും മെങ്ക് തന്റെ ആ നക്ഷത്ര ചങ്ങല കൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ പ്രൊട്ടക്ഷൻ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മെങ്ക് സകലരെയും ആ രണ്ട് ഹോളി കോൺഷ്യസിലെ യോദ്ധാക്കൾ തമ്മിലുള്ള ആ ഫൈറ്റിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് നിന്ന് രക്ഷിക്കുന്നത്. ഡീമന്റെ അതിശക്തമായ പഞ്ചും കുലപതിയുടെ ആ വാളും തമ്മിൽ കൂട്ടിമുട്ടിയതും ഡീമന്റെ തലയ്ക്ക് മുകളിൽ ഒരു വൻ സ്ഫോടനം ഉണ്ടാവുകയാണ്. ആ സ്ഫോടനം ഒത്തിരി എനർജി സകല സ്ഥലത്തേക്കും ഡിസ്പോസ് ചെയ്യുമ്പോൾ സകലതും ഒരു പ്രകാശത്തിൽ കുളിക്കുകയാണ്. ആ പ്രകാശം ചുറ്റും നിൽക്കുന്ന ആളുകളെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മെങ്ക് അവരെ സംരക്ഷിച്ചത്. ആ പ്രകാശം ഒന്ന് അടങ്ങുമ്പോൾ കുലപതിയും ഡീമനും മുഖത്തോട് നിൽക്കുകയാണ്. കുലപതിയുടെ ആ വാള് ഒന്ന് മടങ്ങിയിട്ടുണ്ട്. ഡീമന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. കൊള്ളാം, എനിക്കിഷ്ടമായി. അങ്ങനെ പറഞ്ഞ അയാൾ ഇടത് കൈകൊണ്ട് ഒരൊറ്റ പഞ്ച്. എതിരാളിക്ക് ശ്വാസം എടുക്കാനുള്ള അവസരം കൊടുക്കുന്നതിന് മുമ്പ് അറ്റാക്ക് ചെയ്യാന്നുള്ളത് ആ ഡീമന്റെ ഒരു ബേസിക് തന്ത്രമാണെന്ന് അവന്റെ ഇടം കൈയിലെ പഞ്ച് കാണുന്ന ആർക്ക് മനസ്സിലാവും. പക്ഷേ മറുഭാഗത്തുള്ളത് കുലപതിയാണല്ലോ. കുലപതി ലൈറ്റനിങ് വേഗതയിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. അതിന് കുലപതി ഉപയോഗിച്ചത് ആ ഇൻസ്ട്രക്ടർ ഓഫ് ഗോഡ്സിന്റെ ആ തുണ്ട് പേപ്പർ തന്നെയാണ്. ആ പേപ്പറിനകത്തേക്ക് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ കയറാനും അപ്രത്യക്ഷമാകാനും ഈ കുലപതിക്ക് പറ്റും. മാർക്ക് ഫെല്ലറും ശ്രീഹരിയും ഒക്കെ ഉപയോഗിക്കുന്ന അതേ ടെക്നിക്ക് മറുഭാഗത്ത് ആലിസ്റ്റർ മെങ്കും അതോ ഉപയോഗിക്കുന്നത്. അത്തരത്തിലൊരു പേപ്പർ ആ സിമ്രാന്റെ കയ്യിൽ നിന്ന് ഇപ്പോ ആ ഡീമന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഡീമൻ അത് ഉപയോഗിക്കാതെ മടക്കി വളരെ സൂക്ഷിച്ച് ആ റിങ്ങിനകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. പതുക്കെ പതുക്കെ കുലപതിയും ആ ഡീമനും തമ്മിലുള്ള യുദ്ധത്തിൽ ഡീമന്റെ മേൽക്കൈ ദൃശ്യമായി തുടങ്ങി. അയാൾ അതുവരെ ഉപയോഗിക്കാത്ത പവറൊക്കെ പതുക്കെ പതുക്കെ ഉപയോഗിക്കുകയാണ്. അതീവ ശക്തനായ ഒരു ഡീമനാണ് യഥാർത്ഥത്തിൽ അവരെ നേരിട്ടുകൊണ്ടിരുന്നതെന്ന് അയാൾ ശക്തി വർദ്ധിപ്പിച്ചു എന്ന് കണ്ടപ്പോഴാണ് ഈ കുലപതിക്കും കൂടുള്ളവർക്ക് മനസ്സിലാവുന്നത്. അയാളോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കുലപതി എത്തിയതും ആലിസ്റ്റർ കുടുംബത്തിലെ റീയും മെങ്കും ഒരുമിച്ച് രംഗത്തിറങ്ങി. അവിടെ സോഡ് മാസ്റ്റേഴ്സും ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അതിശക്തമായ ഒരു സോഡ് ഫൈറ്റ് ആണ് തുടർന്ന് അവിടെ നമ്മൾ കാണുന്നത്. സകല ദിക്കിൽ നിന്നും ആ ഡീമനെ ഒരുമിച്ച് ആലിസ്റ്റർ കുടുംബം അറ്റാക്ക് ചെയ്തു. അതേസമയത്ത് തന്നെ കുലപതി അയാളുടെ ആ വിശ്വപ്രസിദ്ധമായ വാൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഡീമനെ നേരിടുകയാണ്. അവരെല്ലാം കൂടി ഒരുമിച്ച് ഡീമനെ നേരിട്ടതും ഡീമൻ നിന്ന സ്ഥലത്ത് ആഞ്ഞൊന്ന് ചവിട്ടി. ഉടൻ ഒരു പ്രകമ്പനം ചുറ്റും ഉണ്ടാവുകയാണ്. ആ പ്രകമ്പനം അവിടെ ആ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറൽസിനെയും അതുപോലെ അനവധി യോദ്ധാക്കളെയും ആ നിമിഷം ഇല്ലാതാക്കിയെന്നും പറയാം. ഒരു വല്ലാത്ത പവർ പെട്ടെന്ന് ആ ഡീമനങ്ങുണ്ടായി. ഡീമന്റെ ബോഡിയിലേക്ക് എവിടെ നിന്നോ ശക്തി കടന്നു വരികയാണ്. അഡീഷണൽ ആയിട്ട് അയാളുടെ ബോഡിയിലേക്ക് പവർ വന്നിരിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച ആലിസ്റ്റർ കുടുംബത്തിന്റെ തലവൻ മെങ്ക് അത്ഭുതത്തോടെ ദൂരെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ജെയിന്റ് രൂപം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടതായി അയാൾ ശ്രദ്ധയപ്പെട്ടു. ആ ജെയിന്റിനെ കണ്ടതും മെങ്കിന്റെ മുഖവും മങ്ങി. ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് ഇപ്പോൾ നിയന്ത്രിക്കുന്ന ആ ജെയിന്റ് അതാ അവിടെ എത്തിയിരിക്കുകയാണ്. ശരിക്കും ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ ആ കീറിയ പേപ്പർ കൈവശമുള്ള ആലിസ്റ്റർ കുടുംബവും അതുപോലെ കുലപതിയും സിമ്രാനും ഒക്കെ ആ ജെയിന്റിന്റെ കണ്ണി പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഹെവൻ ബുറിയൽ കേവിന്റെ ആ സമീപത്ത് ഒന്ന് താമസിക്കുന്നത്. അവിടെ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നതും ആ ഒറ്റ കാരണത്താലാണ്. അവരെപ്പോഴെങ്കിലും ആ പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആ ജെയിന്റിന് ശ്രദ്ധയപ്പെടും. ജെയിന്റിന് ശ്രദ്ധയപ്പെട്ടാൽ അത് ഉറപ്പായും ആ പേപ്പർ ഉപയോഗിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പാഞ്ഞെത്തുകയും അവരെ കൊലപ്പെടുത്തി പേപ്പർ തിരിച്ചു പിടിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് ഏകദേശം ധാരണ അവർക്കുള്ളതുകൊണ്ടാണ് അവർ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാരണവശാലും ആ ജെയിന്റ് വരില്ല എന്നാണ് അവർ ഇതുവരെ ധരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് ആകാശത്ത് ആ ജെയിന്റിന്റെ രൂപം കണ്ടപ്പോൾ ആ ധാരണ തെറ്റാണെന്ന് ആ നിമിഷം മെങ്കിന് മനസ്സിലായി. പക്ഷെ അടുത്ത നിമിഷം മെങ്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയാണ്. ആ വ്യക്തി ഒരു പവർ താഴെ അവരോട് യുദ്ധം ചെയ്യുന്ന
ആ ഡീമനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഡീമന്റെ ശക്തി പെട്ടെന്ന് വർദ്ധിച്ചത്. അവിടെ ഈ ശൈലിയിൽ യുദ്ധം നടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് സക്ഷൽ സീഷിങ്ങും ആ സുന്ദരിയും ഡീമൺ റൈസിലെ സെയിന്റുകളെയും മോൺസ്റ്റർ റൈസിന്റെ സെയിന്റായ സക്ഷൽ ഇമോർട്ടൽ ക്രെയിനെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സൂഷിങ്ങും ആ ചെറുപ്പക്കാരിയും മാർക്കിനെ അവിടെ ഹോളി റീജിയനിൽ വെച്ച് രക്ഷിച്ച ആളുകളാണ്. ഷീ കുടുംബത്തിന് മുന്നിൽ വെച്ച് യുദ്ധം നടക്കുന്ന സമയത്ത് മാർക്കിനെ ആ ഡീമനുകളുടെ ജനറലിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചത് ആ യുവതിയാണ്. അവരിവിടെ ഈ സെയിന്റ് വീടിൽ ഒരു കിങ്ഡത്തിന്റെ അധിപതിയാണ്. അവരും അതുപോലെ സൂഷിങ്ങും ഇപ്പോൾ വളയപ്പെട്ടിരിക്കുകയാണ്. വളഞ്ഞിരിക്കുന്നത് അവരെപ്പോൾ തന്നെ സെയിന്റുകളായിട്ടുള്ള ഡീമനുകളും മോൺസ്റ്ററുകളുമാണ്. ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സക്ഷൽ ഇമോർട്ടൽ ക്രൈം തന്നെയുണ്ട്. അമ്പരപ്പിക്കുന്ന ആ യുദ്ധം നടക്കുന്നത് ശരിക്കും ഈ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിനകത്ത് തന്നെയാണ്. ആ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിന്റെ ആധിപത്യം ആർക്കാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവരവരുടെ സെയിന്റ് കിങ്ഡത്തിൽ നിന്ന് സ്വന്തം ബോഡിയിൽ അവരെല്ലാവരും അവിടെ എത്തിയിരിക്കുകയാണ്. 4 ഡീമൺ മോൺസ്റ്റർ ടീമിന് എതിരായി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് 2 പേർ. അതിശക്തമായ ആ ഫൈറ്റ് അവിടെ എങ്ങനെ നടക്കുകയാണ്. അതിശക്തമായ ആ ഫൈറ്റ് നടക്കുന്നിടയിൽ ഇമോർട്ടൽ ക്രെയിൻ സൂഷിങ്ങിനോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ എത്ര പേർ ഒരുമിച്ച് ഞങ്ങളെ എതിരിട്ടാലും വിജയം ഞങ്ങൾക്ക് തന്നെയായിരിക്കും. മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഒന്നിച്ചു ചേർന്നാലും ഏലിയൻ റേസിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് അവിടെ ഇമോർട്ടൽ ക്രെയിൻ പറയുന്നത്. ഇമോർട്ടൽ ക്രെയിൻ കുറെ നാള് മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അന്ന് മാർക്ക് ഇമോർട്ടൽ ക്രെയിനുമായി പരിചയപ്പെട്ടതാണ്. ആ ഇമോർട്ടൽ ക്രെയിൻ മാർക്കിന്റെ സഹായത്തോടു കൂടിയാണ് പിന്നീട് ഹോളി റീജിയനിൽ വന്നത്. ഹോളി റീജിയനിലേക്ക് മടങ്ങിയെത്തിയ ആ നിമിഷത്തിലാണ് നഷ്ടപ്പെട്ടു പോയ മെമ്മറി ഇമോർട്ടൽ ക്രെയിന് തിരിച്ചു കിട്ടിയത്. അയാൾ ഉടൻ അയാളുടെ പഴയ സെയിന്റ് രൂപത്തിലേക്ക് മടങ്ങിയായിരുന്നു. ശരിക്കും ഇമോർട്ടൽ ക്രെയിന് ആ ഒരു നന്ദി തുടക്കം മുതൽ മാർക്കിനോടുണ്ട്. അതുകൊണ്ടാണ് മാർക്കിനെ പലപ്പോഴും ഇമോർട്ടൽ ക്രെയിൻ തൊടാത്തത്. പക്ഷെ ആ ഒരു ബന്ധമൊന്നും ഇമോർട്ടൽ ക്രെയിന് ബാക്കിയുള്ള ആളുകളോടില്ല. അതുകൊണ്ട് തന്നെ ഇമോർട്ടൽ ക്രെയിൻ്റെ ആക്രമണത്തെ തടുക്കാൻ കഴിയാതെ സൂഷിങ്ങും ആ യുവതിയും അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുകയാണെന്ന് പറയാം. അവർ രണ്ടുപേരും സെയിന്റുകളാണ്. അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അവർക്ക് ചെയ്യാൻ പറ്റും. സെയിന്റ് എനർജി പക്ഷേ അവർക്ക് കാര്യമായി ഉപയോഗിക്കണമെങ്കിൽ അവരവരുടെ സെയിന്റ് ലോകത്തിലേക്ക് പോകണം. ഇപ്പൊ അവർ നിൽക്കുന്നത് ഈ ചെങ് ഷുവാങ്ങിന്റെ മിസ്റ്റീരിയസ് സെയിന്റ്ലി കിങ്ഡത്തിലാണ്. അവിടെ നിന്ന് അവർക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന സെയിന്റ് എനർജിക്ക് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെക്കാൾ ശക്തരായ ആളുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർ പാടുപെടുന്നുണ്ട്. ആ സെയിന്റുകൾ തമ്മിലുള്ള യുദ്ധം അവിടെ എങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ ആ 1000 കേവിന്റെ മുന്നിൽ പിന്നെയും ചാങ്മാങ്ങും ലിയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ലിയുവും ചാങ്മാങ്ങും തമ്മിലുള്ള യുദ്ധം ഒരു പരുവത്തിലേക്ക് എത്തുമ്പോൾ ചാങ്മാങ്ങിന് ഒരു രക്ഷയില്ലെന്നാകുന്ന സമയത്ത് ശ്രീഹരി ചാങ്മാങ്ങിനെ അവിടെ നിന്ന് പൊക്കി മാറ്റും. അവർക്ക് ആ ലിയുവിന്റെ കൈവശമുള്ള ആ ഹാർട്ടുകൾ കിട്ടിയേ പറ്റൂ. അതുകൊണ്ടാണ് ഇടപെട്ട് ശ്രീഹരിയും ടീമും ലിയുവിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലിയുവിനും ആ കാര്യം അറിയാം. ചാങ്മാങ്ങിന്റെ കൈവശമുള്ള ആ 9 ഹാർട്ടുകൾ അത് കിട്ടിയാൽ മാത്രമേ അവന് ഹോളി ലോഡാകാൻ പറ്റൂ. അതിനുവേണ്ടി ചാങ്മാങ്ങിനെ പിടികൂടാൻ ശ്രമിക്കുമ്പോഴേക്കും ചാങ്മാങ് പെട്ടെന്ന് അപ്രത്യക്ഷമാവും. 3 സ്ഥലത്ത് 3 വ്യത്യസ്ത രീതിയിൽ ആ യുദ്ധം നടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ഒരു കാര്യം അറിഞ്ഞു. താൻ തിരക്കുന്ന ആ ഡീമൻ ആ ഹെവൻ ബ്യൂറിയൽ കേവ് ലക്ഷ്യമാക്കി നീങ്ങി എന്നുള്ള കാര്യം മാർക്കിന് അയാളുടെ ഓറ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. മാർക്ക് ആ ഓറ ഫോളോ ചെയ്ത് അതിവേഗം ഹെവൻ ബ്യൂറിയൽ കേവിന് നേരെ തിരിക്കുകയാണ്. ഈ സമയത്ത് ഹെവൻ ബ്യൂറിയൽ കേവിൽ അവസാനവട്ട യുദ്ധം നടക്കുകയാണ്. ഇപ്പോ സാക്ഷാൽ ജെയിന്റും സർവ്വസന്നാഹങ്ങളോടുകൂടി ആ ഡീമനൊപ്പം കൂടിയിട്ടുണ്ട്. ഡീമനെ ഏത് ശൈലിയിലും സഹായിക്കാൻ ജെയിന്റ് തയ്യാറായതുകൊണ്ട് തന്നെ ജെയിന്റിന്റെ എനർജി ഡീമനിലേക്ക് പകർന്നതോടുകൂടി ഡീമന്റെ ശക്തി അങ്ങ് വർദ്ധിച്ചു. അതിന് ഫലവും ഉണ്ടായി. ഏകദേശം ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ആലിസ്റ്റർ കുടുംബത്തിലെ മെങ് ആലിസ്റ്ററും റിയ ആലിസ്റ്ററും പിന്നെ കുലപതിയും മാത്രമായി ബാലൻസ്. ബാക്കിയുള്ള മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. കുലപതിയുടെ ദേഹത്ത് പല ഭാഗത്തും പരിക്കേറ്റിട്ടുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് ആലിസ്റ്റർ കുടുംബത്തിലെ അച്ഛനും മകൾക്കുമുള്ളത്. ആ 3 സംഘം ഇപ്പോഴും ആ ഡീമനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ ഡീമൻ ആവശ്യമായ എനർജി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് ആ ജെയിന്റ്. ആ ജെയിന്റ് വളരെ ബുദ്ധിപൂർവ്വം ഒരു കളി കളിക്കുകയാണ്. അയാൾക്ക് വേണ്ടത് ആ ഇൻഫെക്സർ ഗോഡിന്റെ 4 കീറിയ ഭാഗങ്ങളാണ്. അത് 4ഉം എടുത്തു കൊടുക്കണം എന്നുള്ള കണ്ടീഷനിൽ അയാളാണ് യഥാർത്ഥത്തിൽ ആ 9 ഗ്ലാസ് ജാറുകളിൽ നിന്ന് 1 പൊട്ടിച്ച് ആ ഡീമനെ പുറത്തുവിട്ടത്. 9 ജാറുകളിലായി 9 കിടിലം ഡീമനുകളും മോൺസ്റ്ററുകളുമാണ് അവിടെ തടങ്കലുണ്ടായിരുന്നത്.
അതിൽ നിന്ന് ഒരാളെ ആ ജയിന്റ് പുറത്തുവിട്ടത് അയാളുടെ ആവശ്യം നിറവേറ്റാനാണ്. അയാൾക്ക് നേരിട്ട് വേണമെങ്കിൽ ഈ ആളുകളെ കൊന്ന് ഇത് പിടിച്ചെടുക്കാം, അയാളുടെ കൈവശമുള്ള ആ പേപ്പറുകളെ. പക്ഷേ അവര് 3 ആളുകളും ആ ഹെവൻ ബ്യൂറൽ കേവിനകത്താണ് ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ പരിധിക്കുള്ളിലാണ് ഉള്ളത്. അവിടേക്ക് ഗോഡ് ലെവൽ ആളുകൾക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇയാളൊരു ഗോഡ് ലെവൽ കക്ഷിയാണ്, അതുകൊണ്ടാണ് അയാൾ മാറി നിൽക്കുന്നത്. പക്ഷെ അയാൾക്ക് ഊർജം ഡീമനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് ഫലമുണ്ടായി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതുകൂടി കുലപതി അവസാനിച്ചു. കുലപതിയും ഡീമനും തമ്മിൽ നടന്ന അതിശക്തമായ ആ ഫൈറ്റിൽ കുലപതി അവസാനിച്ചു കഴിഞ്ഞതും കുലപതിയുടെ വാള് മുന്നോട്ട് തെറിച്ച് റിയ ആലിസ്റ്ററിന്റെ മുന്നിലെത്തി. ഇപ്പോൾ അച്ഛനും മകളും മാത്രമാണ് അവശേഷിക്കുന്നത്. റിയ ആലിസ്റ്റർ 2 കൈ കൊണ്ടും ആ വാള് പിടിച്ചിരിക്കുകയാണ്. മെങ്ക് റിയയോട് പറഞ്ഞു, റിയ നീ പുറകോട്ട് മാറിക്കോ, ബാക്കി ഞാൻ ഏറ്റു. അങ്ങനെ പറഞ്ഞ മെങ്ക് മുന്നോട്ട് കുതിക്കുമ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ടു. ആ കുലപതിയുടെ കൈവശമുണ്ടായിരുന്ന ആ ഇൻസ്ട്രക്ടർ ഓഫ് ഗോഡ്സിന്റെ ആ പേപ്പർ പറന്ന് ഡീമന്റെ കയ്യിലേക്ക് വീഴുന്നത്. ഇപ്പൊ അയാളുടെ കയ്യിൽ 2 പേപ്പറുകളായി. 3ാമത്തെ പേപ്പർ ഉള്ളത് സാക്ഷാൽ മെങ്ക് ആലിസ്റ്ററിന്റെ കയ്യിലാണ്. 4ാമത്തത് മാർക്ക് ഫെല്ലറുടെ കയ്യിൽ. ആ 3ാമത്തെ പേപ്പർ കൈവശമുള്ള മെങ്ക് പെട്ടെന്ന് മുന്നോട്ട് കുതിച്ചു. അതിശക്തമായ ഒരു അറ്റാക്കാണ് അയാൾ ആ ഡീമന് നേരെ തുടർന്ന് നടത്തിയത്. അതിശക്തമായ അറ്റാക്ക് തന്നെയാണെങ്കിലും ഇവിടെ ആ ജെയിന്റിന്റെ പവർ കൂടി കിട്ടിയിരിക്കുന്ന ഡീമൻ അതുകൊണ്ട് തന്നെ ആ മെങ്കിനെ അധികം ബുദ്ധിമുട്ടില്ലാതെ തോൽപ്പിച്ചു. മെങ്ക് ആലിസ്റ്ററിന്റെ ബോഡിയിലേക്ക് തന്റെ കൈവശമുള്ള കുന്തം കുത്തിക്കയറ്റിയ ആ ഡീമൻ ആ നിമിഷത്തിൽ തന്നെ മെങ്ക് ആലിസ്റ്ററുടെ കൈവശത്ത് നിന്ന് ആ പേപ്പർ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പോ അയാളുടെ കൈവശം 3 പേപ്പറുകളുമായി. 3 പേപ്പറുകളും ഭദ്രമായി സുരക്ഷിതമായി ഒളിപ്പിച്ച് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ റിയ ആലിസ്റ്റർ പൂർണ്ണ ശക്തിയിൽ മുന്നോട്ട് കുതിക്കുകയാണ്. റിയ ആലിസ്റ്ററുടെ കയ്യിൽ ഇപ്പോൾ ആ വാളുണ്ട്. ആ വാളുമായി മുന്നോട്ട് കുതിച്ച അവൾ പെട്ടെന്ന് ആ വാൾ ഒരു പ്രത്യേക രീതിയിൽ അനക്കിയതും ആയിരക്കണക്കിന് വാളുകളുടെ പ്രതിരൂപം അവൾക്ക് തൊട്ടു മുന്നിലുണ്ടായി. 1000 കട്ട്സ് എന്ന് വിളിച്ചുകൊണ്ട് അവൾ ആഞ്ഞു വെട്ടിയതും 1000 വാളുകൾ ഒരുമിച്ച് ആ ഡീമനെ പല സ്ഥലത്തുകൂടിയും ആക്രമിച്ചു തുടങ്ങി. ഇതിലേതാണ് ഒറിജിനൽ വാളെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശരിയിൽ ഒരു മാന്ത്രിക വിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് ആ ഡീമനെ എല്ലാ സ്ഥലത്തുകൂടിയും ആ വാളുകൾ ആക്രമിക്കുമ്പോൾ ഡീമന്റെ കൈകൾ ഒന്ന് ചലിച്ചു. അതിശക്തമായ കൈ അനക്കം ഒരു റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ റിയ ആലിസ്റ്ററിന്റെ മിക്കവാറും എല്ലാ വാളുകളും കഷ്ണം കഷ്ണമായി മുറിഞ്ഞു എന്ന് പറയാം. ശരിക്കും ഒരു വൃത്താകൃതിയിലുള്ള അറ്റാക്കാണ് അവിടെ ആ ഡീമൻ നടത്തിയത്. ഡീമന്റെ ബോഡിയിൽ നിന്ന് നഷ്ടമാകുന്ന എല്ലാ ഊർജവും ആ നിമിഷം അവിടെ ആ ജെയിന്റ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. തകർത്ത് അറ്റാക്ക് ചെയ്യാൻ ആ ഡീമന് ഒരു ബുദ്ധിമുട്ടുമില്ല. മനുഷ്യരൂപത്തിലുള്ള ആ ഡീമന്റെ ശക്തമായ ആ ഒരു ആക്രമണത്തിൽ റിയയുടെ സകല വാളുകളും ഒടിഞ്ഞ ആ നിമിഷത്തിൽ ആ ഡീമൻ കൈകൾ ഒന്ന് മുറുക്കി. കൈ മുറുക്കി അയാൾ ഒരു അച്ചയിടി. അയാളും റിയയും തമ്മിൽ ഇപ്പൊ ഏകദേശം ഒരു 20 അടിയോളം വ്യത്യാസമുണ്ട്. ആ 20 അടി അകലം കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ശരിക്കും ഇല്ലാതാകുന്ന ശൈലിയുള്ള ഒരൊറ്റ പഞ്ചാണ് ആ ഡീമൻ നടത്തിയത്. ഡീമന്റെ അതിശക്തമായ പഞ്ച് ആ എൻറ്റയർ വായുവിനെ കീറി പിളർത്തിക്കൊണ്ട് റിയ ആലിസ്റ്ററിന്റെ തൊട്ട് മുന്നിലെത്തുമ്പോൾ റിയ ആലിസ്റ്ററിന്റെ പുറത്ത് ഒരു സുവർണ പ്രകാശം വീണു. ആ സുവർണ പ്രകാശം പെട്ടെന്ന് റിയയെ അവിടെ നിന്ന് മാറ്റി. ആ പ്രകാശം അവിടെ നിന്ന് റിയയെ മാറ്റിയ അതേ സമയത്ത് ആ പഞ്ച് വീഴേണ്ട സ്ഥലത്ത് സാക്ഷാൽ മാർക്ക് ഫെല്ലർ എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് മാർക്ക് അവിടെ എത്തിയതും അതുവരെ ഡീമന് ഊർജം നൽകിക്കൊണ്ടിരുന്ന ആ ജെയിന്റ് അറിയാതെ അയാളുടെ കൈകൾ പിൻവലിച്ചു പോവുകയാണ്. അയാളുടെ കൈകളിൽ അനുഭവപ്പെട്ട ആ വെട്ടിന്റെ ശക്തി ഇപ്പോഴും അയാൾക്ക് ഓർമ്മയുണ്ട്. ആ ബീസ്റ്റ് ഡൊമൈനിൽ വെച്ച് ചെൻ ഷുവാങ് ഉണ്ടായിരുന്ന ആ ഗുഹാമുഖത്തേക്ക് മാർക്ക് ഫെല്ലർ ജിയാങ്ങിനൊപ്പം കടക്കുന്ന സമയത്താണ് അന്ന് ആ ജെയിന്റ് മാർക്കിനെ ആക്രമിച്ചത്. അന്ന് മാർക്കിന്റെ കയോട്ടിക് ബോഡിയും അതുപോലെ ഇമോർട്ടൽ ചക്രവർത്തി ടിയാൻമെങ്ങിന്റെ ആ എനർജിയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത പവർ കൊണ്ട് ഒരു ആക്രമണം നടത്തിയിരുന്നു. അതിശക്തമായ ആ ആക്രമണത്തിൽ ആ ജെയിന്റിന്റെ 2 കൈകളും വെട്ടി അരിയപ്പെട്ടതാണ്. ആ ഒരു രംഗം ഇപ്പോഴും അയാളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാർക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടതും ആ ജെയിന്റ് അറിയാതെ കൈ പിൻവലിച്ചു. കൈ പിൻവലിച്ച ജെയിന്റ് ആ നിമിഷത്തിൽ ആ ഡീമനെയും അവിടെ നിന്ന് പൊക്കിയെടുത്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് റിയയ്ക്ക് മനസ്സിലാകും മുമ്പ് ആ ഡീമനും അതുപോലെ ആ ജെയിന്റും അവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. മാർക്കിനെ നേരിടാതെ അവർ രണ്ടും അങ്ങ് മുങ്ങിയതാണ്. ഇതിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ് റിയ താഴേക്ക് വീണിട്ടുണ്ട്. നേരത്തെ നടന്ന ഏറ്റുമുട്ടലിനിടയിൽ റിയയ്ക്ക് പരിക്കേറ്റതാണ്. മാർക്ക് പെട്ടെന്ന് തന്നെ റിയയുടെ പുറത്തേക്ക് ആ പവർ ഓഫ് ക്രിയേഷന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ ഊർജം ട്രാൻസ്ഫർ ചെയ്തു. റിയ ഇപ്പോ
ഡാവോ കോൺഷ്യസിന്റെ പീക്ക് ലെവൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ക്ഷതങ്ങളെ ഒരു പരുവത്തിൽ കവർ ചെയ്യാൻ അവൾക്ക് പറ്റും. പക്ഷെ ഇവിടെ ആ ഡീമന്റെ അതിശക്തമായ അറ്റാക്കിന് ആ ജെയിന്റിന്റെ സപ്പോർട്ട് കിട്ടിയതോടുകൂടി അവളുടെ ബോഡിയിലെ സകല ഊർജവും എടുത്താണ് അവൾ പ്രതിരോധിച്ചത്. ആ പ്രതിരോധം ഏതാനും സെക്കൻഡുകൾ കൂടി മാത്രമേ അവൾക്ക് നടത്താൻ പറ്റുമായിരുന്നുള്ളൂ. മാർക്ക് വന്നില്ലായിരുന്നെങ്കിൽ അവൾ അവസാനിച്ചിനെ. അതറിയാവുന്ന റിയ മാർക്കിനോട് പറഞ്ഞു, താങ്ക് യു മാർക്ക്. മാർക്ക്, നീ എങ്ങോട്ട് പോണെങ്കിലും എന്നെ കൂടെ കൂട്ടിക്കോളും. അങ്ങനെ പറഞ്ഞ റിയ മാർക്കിന്റെ കയ്യിലെങ്ങ് പിടിച്ചു. ശരിക്കും അവള് വല്ലാതെ ക്ഷീണിതയാണ്. അത് കണ്ട മാർക്ക് ഫെല്ലർ റിയയെ തന്റെ ബോഡിയിലോട് ചേർത്ത് പിടിച്ചിട്ട് പെട്ടെന്ന് ഒരൊറ്റ കുതിപ്പ്. പവർ ഓഫ് ക്രിയേഷന്റെ അതിശക്തമായ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ലക്ഷ്യമിടുന്നത് ആ 1000 കേവ് ആണ്. അവിടെയാണ് ചാങ് മാങ്ങും കൂട്ടറും ഉള്ളത്. മാർക്കിന് ഇപ്പൊ കഥ വളരെ വളരെ വ്യക്തമായിട്ട് അറിയാം. മനഃപൂർവ്വം ശ്രീഹരി മാർക്കിനെ ചാങ് മാങ്ങിന്റെ അടുത്തുനിന്ന് മാറ്റിയതാണ്. ചാങ് മാങ്ങും കൂട്ടരും ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ്. ആ പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് മാർക്ക് എത്തിയാൽ മാർക്ക് ഓട്ടോമാറ്റിക്കായി ആ പോരാട്ടത്തിന്റെ ഭാഗമാകും. മാർക്കിന് തോൽപ്പിക്കാൻ കഴിയാത്ത ആരെങ്കിലും ആകും ചാങ് മാങ്ങുമായി ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ടാണ് ശ്രീഹരി തന്നെ പിൻവലിച്ചത്. ആ യാഥാർത്ഥ്യം റിയ ആലിസുമായി ആ 1000 കേവിലേക്ക് പായുമ്പോൾ മാർക്കിന്റെ ഉള്ളിൽ കടന്നു വരുന്നുണ്ട്. റിയ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? റിയ, ഞാൻ ഈ ഡീമനെ ഫോളോ ചെയ്ത് എത്തിയതാണ്. ആ ഡീമൻ നമ്മുടെ ഈ സെയിൻലി കിങ്ഡത്തിൽ എന്തുമാത്രം നാശനഷ്ടമാണെന്നറിയോ വരുത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ സെയിൻലി കിങ്ഡത്തിൽ നിന്ന് മാർക്ക് പറഞ്ഞപ്പോൾ അത് റിയ ആലിസ്റ്റർക്ക് ശരിക്കും ഇഷ്ടമായി. അവളും ഈ സെയിൻലി കിങ്ഡത്തിന്റെ ഭാഗമാണ്. ഈ സെയിൻലി കിങ്ഡത്തിൽ ജനിച്ചു വളർന്നതല്ല റിയ എങ്കിലും റിയ ഈ സെയിൻലി കിങ്ഡത്തെ അവരുടെ സ്വന്തമായി കാണുന്ന ആളാണ്. ആ സെയിന്റ് വേൾഡിന്റെ ഭാഗമാണ് റിയ. റിയയെ ഇത് 2ാമത്തെ തവണയാണ് മാർക്ക് ഫെല്ലർ രക്ഷിക്കുന്നത്. നേരത്തെ ഹെവൻലി സിന്നകത്ത് വെച്ച് മാർക്ക് റിയയെ രക്ഷിച്ചതാണ്. അന്ന് മാർക്ക് അല്ല യഥാർത്ഥത്തിൽ റിയയെ രക്ഷിച്ചതെന്ന് പിന്നീട് മാർക്കിന് തന്നെ തോന്നിയിട്ടുണ്ട്. അന്ന് ആ ഹെവൻലി സിന്നുമായി എമിനി ബ്ലാക്ക് ഉണ്ടാക്കിയ കരാറ് മാർക്കിനെ രക്ഷിച്ചാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ രക്ഷിക്കപ്പെട്ടത് ശ്രീഹരി ആ സ്പേസ് ഹാൾ ഉപയോഗിച്ചതുകൊണ്ടാണ്. ആ സ്പേസ് ഹാളിന്റെ അൺബിലീവബിൾ ആയിട്ടുള്ള കപ്പാസിറ്റി അവരെല്ലാവരും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നതാണ്. മാർക്ക് അതുകൊണ്ട് തന്നെ റിയ പറഞ്ഞത് കേട്ടതും റിയോട് പറഞ്ഞു, ഹേയ്, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, നമുക്കിപ്പോ ചാങ് മാങ് ഉള്ള സ്ഥലത്തേക്ക് പോകണം. ചാങ് മാങ് മാർക്കിന്റെ ഫ്രണ്ട് ആണെന്നുള്ള കാര്യം റിയക്ക് ഇപ്പൊ അറിയാം. അവര് 1000 കേവിന്റെ അടുത്ത് വരുമ്പോൾ അവിടെ അതിശക്തമായ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഇപ്പോ ചാങ് മാങ്ങിനെയും ഫാറ്റി സീധുവിനെയും ജൂവിനെയും ശ്രീഹരിയും നേരിടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആ ജെയിന്റുമുണ്ട്, അതുപോലെ ആ ഡീമനുമുണ്ട്. കൂടെ ആ നദിയുടെ സൃഷ്ടാവ് ആ ആൻസസ്റ്ററുമുണ്ട്. അവർ മൂന്നും അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ആൻസസ്റ്ററുടെ ഒറിജിനൽ ബോഡിക്ക് പകരം അത് ലിയുവിന്റെ ബോഡിയാണ് ഉപയോഗിക്കുന്നത്. ലിയുവും ഡീമനും അതുപോലെ ആ ജെയിന്റും. ആ മൂവർ സംഘത്തിന്റെ ശക്തി ശരിക്കും അമാനുഷികമാണ്. ആ മൂവർ സംഘം അവരെ എതിരിടാൻ നിൽക്കുന്ന ശ്രീഹരിയും ചാങ് മാങ്ങിനെയും ഫാറ്റി സിധുവിനെയും ജൂനെയൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ 4 സംഘത്തിന്റെ ശക്തി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ആ 4 സംഘത്തിനെ അവസാനിപ്പിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എന്തുകൊണ്ടോ അവരെ അവസാനിപ്പിക്കാതെ കാത്തിരിക്കുകയാണ്. ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ അവസാന ഭാഗം കിട്ടാൻ വേണ്ടിയാണ് ആ ജെയിന്റ് കാത്തിരിക്കുന്നത്. ജെയിന്റിന്റെ ആജ്ഞ നടപ്പാക്കുന്ന ആ ഡീമനും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്കറിയാം മാർക്ക് ഫെല്ലർ അവിടേക്ക് വരുമെന്ന്. മാർക്ക് അവിടേക്ക് എത്തുക തന്നെ ചെയ്തു, സാക്ഷാൽ റിയ ആലിസ്റ്ററുമായി. മാർക്ക് ഫെല്ലറെ കണ്ടതും ആ ഡീമൻ ഒന്ന് ചിരിച്ചു. ഏയ് മാർക്ക് ഫെല്ലർ, നിന്റെ കൈവശമുള്ള ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ ബാക്കി ഭാഗം നീ ഞങ്ങൾക്ക് നൽകിയാൽ അധികം ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ കാര്യങ്ങൾ അവസാനിപ്പിച്ചു തരാം. ഈ അധികം ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ അവസാനിപ്പിക്കാമെന്ന് ഡീമൻ പറയുമ്പോഴേ അതിന്റെ അർത്ഥം വ്യക്തമാണ്. മാർക്ക് ഉൾപ്പെടെയുള്ള ആ 6 പേരെയും അധികം വേദനിപ്പിക്കാതെ കൊന്നുകൊടുക്കാമെന്നാണ് ഡീമൻ പറഞ്ഞതിന്റെ അർത്ഥം. ഡീമൻ പറഞ്ഞു കേട്ടതും റിയയെ മാറ്റി നിർത്തിയിട്ട് മാർക്ക് ഫെല്ലർ മുന്നോട്ട് ഒറ്റ കുതിപ്പ്. മാർക്ക് മുന്നോട്ട് കുതിച്ചതും ആ ജെയിന്റ് 1-2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. പക്ഷെ അതേസമയത്ത് ആ ചുവന്ന റിവറിനെ നിയന്ത്രിക്കുന്ന ആ ആൻസസ്റ്ററുടെ ഡിവൈൻ സെൻസ് ഉള്ള ലിയുവിന്റെ ബോഡി മുന്നോട്ട് കുതിച്ചിരുന്നു. ലിയു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അങ്ങനെ നീ എന്റെ കയ്യിൽ അവസാനിക്കാൻ പോവുകയാണ്. മാർക്കും ലിയുവും തമ്മിൽ ഒരുപാട് നാളത്തെ പരിചയമുണ്ട്. ആ ടൗണിൽ ലിയുവിനെ ആദ്യം കണ്ടുമുട്ടിയ നിമിഷം മുതൽ മാർക്ക് ലിയുവിനെ നോട്ടമിട്ടിരുന്നതാണ്. മാർക്കിന് പലപ്പോഴും അവന്റെ ആ ചെസ് ബോർഡ് വെച്ചുള്ള ഇടപാടുകൾ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. അവരിത് സകല സീമകളും ലംഘിച്ചുകൊണ്ട് ഈ സെയിൻലി കിങ്ഡത്തിന്റെ ഹോളി ലോഡ് ആകാൻ വേണ്ടി വിവിധ ആളുകളുമായി കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കാര്യമൊക്കെ ഇപ്പൊ മാർക്കിന് അറിയാം. ലിയു
മാർക്കിനെ നോക്കി ആഞ്ഞൊരൊറ്റ ഇടി. ആ നദിയെ കൺട്രോൾ ചെയ്യുന്ന ആൻസസ്റ്റർ ആണല്ലോ ഇപ്പൊ ലിയോ. അതുകൊണ്ട് തന്നെ ലിയോ ആഞ്ഞിടിച്ചപ്പോ അവന്റെ കയ്യിൽ നിന്ന് ആ ചുവന്ന നദി ഇങ്ങനെ പൊങ്ങി വരികയാണ്. അതേ സമയത്ത് ആ നദിക്ക് ആവശ്യമായ സപ്പോർട്ട് മെക്കാനിസം പുറകിന്ന് കൊടുക്കുകയാണ് ആ ജെയിന്റ്. ജെയിന്റിന്റെ കൈകൾ ഒന്ന് ചലിച്ചു. വൻതോതിൽ ആ നിമിഷത്തിൽ ആ നദിയുടെ പവർ അങ്ങ് കൂടി. നദിയുടെ പവർ കൂടുന്ന ആ നിമിഷത്തിൽ ഡീമനും മാർക്കിനെതിരെ ആഞ്ഞൊന്ന് ഇടിച്ചു. ഇതെല്ലാം കണ്ണടച്ച് തുറക്കും മുമ്പാണ് സംഭവിച്ചത്. ആ ഇടികൾ ഉണ്ടാക്കുന്ന ആ പ്രകമ്പനം മാർക്കിന്റെ ബോഡിക്കെതിരെ പാഞ്ഞു വരുമ്പോൾ മാർക്കിന്റെ ബോഡിയിൽ ആ ട്രിപ്പിൾ ലോക്ക് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാണ്. മാർക്ക് കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുത്ത ആ ലോക്ക് സിസ്റ്റം മാർക്ക് ഇപ്പോ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു. സാക്ഷാൽ ഊജി മാർക്കിന്റെ മുന്നിൽ വെച്ച് പരീക്ഷിച്ച അതേ ട്രിപ്പിൾ ലോക്കിലെ ലോക്ക് നമ്പർ 1 മാർക്ക് ആക്ടിവേറ്റ് ചെയ്തത് മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു വൻ പ്രതിഭാസം ഉണ്ടാവുകയാണ്. മാർക്കിന്റെ കയോട്ടിക് ബോഡിയും എമോട്ടർ ചക്രവർത്തിയുടെ ആ ബ്ലഡ് ലൈനും മാർക്കിന്റെ പവർ ഓഫ് ക്രിയേഷനും മാർക്കിന്റെ ആ നൈറ്റ് എനർജിയും എല്ലാം ഒരേ വേഗതയിൽ സംയോജിച്ചു തുടങ്ങിയാണ്. തൽഫലമായി അതിശക്തമായ ഒരു പവർ മാർക്കിന്റെ എൻറ്റയർ ബോഡിയിലേക്ക് വ്യാപിച്ചു. മാർക്കിന്റെ ആ എൻറ്റയർ ബോഡിയുടെയും ആ പവർ വലത് കൈയിലേക്ക് കേന്ദ്രീകരിച്ച മാർക്ക് ഒരൊറ്റ ഇടി. ആ ഇടി മാർക്ക് തൊടുത്ത ആ നിമിഷത്തിൽ മാർക്കിന്റെ തൊട്ടു മുന്നിൽ ഒരു സുന്ദരനായ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. മാർക്കിന്റെ മുന്നിലേക്ക് വന്ന ആ മനുഷ്യൻ വലത് കൈ വളരെ കൂളായി അനയ്ക്കതും മാർക്ക് പുറകോട്ട് മാറ്റപ്പെട്ടു. ആ നിമിഷത്തിൽ മാർക്കിനെ ആക്രമിക്കുകയായിരുന്ന ആ റെഡ് റിവർ പെട്ടെന്ന് അങ്ങ് നിശ്ചലമായി. റെഡ് റിവർ മാത്രമല്ല, തൊട്ടു പുറകെ നിൽക്കുന്ന ഡീമന്റെ ചുറ്റുമുള്ള ആ പവർ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതുപോലെ ജെയിന്റിന്റെ പവർ. ആ 3 ആളുകളും തങ്ങളുടെ പവർ നഷ്ടമായ കാര്യം ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. അവർ 3 പേരും ആഗതനായ ആ ചെറുപ്പക്കാരനെ അമ്പരപ്പോടെ നോക്കുകയും അവസാനം ആ ചെറുപ്പക്കാരനെ നോക്കി കൈകൂപ്പുകയും ചെയ്തു. ലോർഡ് ഓഫ് ടൈം, അങ്ങെവിടെ? ഈ പ്രപഞ്ചത്തിന്റെ സമയത്തെ നിയന്ത്രിക്കുന്ന ലോർഡ് ഓഫ് ടൈം അവിടെ എത്തി ചെയ്തത് ഒരു സിമ്പിൾ കാര്യമാണ്. ആ 3 പേരും ഇതിനു മുമ്പുള്ള യുഗത്തിലെ ആളുകളായിരുന്നു. ആ യുഗത്തിൽ ആ 3 പേരും ശക്തി ആർജിക്കുന്നതിന് മുമ്പുള്ള അവരുടെ ബോഡി മാത്രം ശക്തമായിരുന്ന ആ കാലഘട്ടത്തിലേക്ക് ആ ടൈം ഓഫ് ലോഡ് ആ 3 പേരുടെയും ശക്തി ഒന്ന് കുറച്ചതാണ്, അല്ലെങ്കിൽ ഒന്ന് റിവേഴ്സ് ചെയ്തു. തൽഫലമായി ആ 3 പേരും അവരുടെ ആ പഴയ കാലത്തെ ബോഡിയിലേക്ക് മാറ്റപ്പെട്ടു. അവരുടെ മുഴുവൻ സെയിന്റ് എനർജിയും അവരുടെ ഗോഡ് എനർജിയും അവരുടെ മാജിക്കൽ പവറും ഒക്കെ ആ നിമിഷം അങ്ങ് അപ്രത്യക്ഷമായി. അമ്പരം നിൽക്കുന്ന ആ 3 പേരെ ഒന്ന് നോക്കിയിട്ട് ആ ലോർഡ് ഓഫ് ടൈം തിരിഞ്ഞ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് വീണ്ടും കാണണം ആ നോർത്ത് വെസ്റ്റ് യൂഡുവിൽ ആ ലോർഡ് ഓഫ് ടൈമിന്റെ സൃഷ്ടിയായ ആ മാരീജിനെയും ആ മാലാഖമാരെയും നേരിട്ട് മാർക്ക് പെട്ടെന്നാണ് ആ കാര്യം തിരിച്ചറിയുന്നത്. അന്ന് ആ മാരീജന്മാരെയും ആ മാലാഖമാരെയും മാർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കണ്ണ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ കണ്ണ് മാർക്കിനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന സമയത്താണ് മാർക്കിനെ ഊജി അവിടുന്ന് പിൻവലിക്കുന്നത്. ഇപ്പൊ ഇതാ ആ കണ്ണിന്റെ ഉടമ മാർക്കിനോട് പറയുകയാണ്, അവിടെ നോർത്ത് വെസ്റ്റ് യൂഡുവിൽ അയാൾ മാർക്കിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞ ആ ലോർഡ് ഓഫ് ടൈം പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ലോർഡ് ഓഫ് ടൈം അപ്രത്യക്ഷമായ ആ നിമിഷത്തിൽ സകലരും സംഭവിച്ചു നിൽക്കുമ്പോൾ ശ്രീഹരിയുടെ ശബ്ദം ചാങ് മാങ് കേട്ടു. ചാങ്, കൊല്ലവനെ! എന്താണ് ശ്രീഹരി ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലായ ചാങ് മാങ് മുന്നോട്ട് ഒരൊറ്റ കുതിപ്പ്. ചാങ് മാങ്ങിന്റെ ആ സമ്പൂർണ്ണ ശക്തിക്ക് മുന്നിൽ ലിയു ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യം ആ സെക്കൻഡിൽ തന്നെ ബോധ്യമാക്കപ്പെട്ടു. ലിയുവിന്റെ കഴുത്തിലേക്ക് ചാങ് മാങ്ങിന്റെ കൈ ഒന്ന് എത്തിയതും ലിയുവിന്റെ തലയും ഉടലും 2ആയി വേർപിരിക്കപ്പെട്ടു. ആ നിമിഷത്തിൽ ലിയുവിന്റെ ബോഡിയിൽ നിന്ന് ആ 72 ഹാർട്ടുകളും ടക് 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 എന്ന് പുറത്തേക്ക് ചാടുന്ന ആ ഹാർട്ടുകളെ ശ്രീഹരി ആ നിമിഷത്തിൽ ചാങ് മാങ്ങിന്റെ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് വഴി നയിക്കുകയാണ്. ശ്രീഹരി ഒന്ന് കൈ അനയ്ക്കുന്നു, ഒരു ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ടു. ആ നിമിഷത്തിൽ ആ എൻ്റെ ഹാർട്ടുകളും ചാങ് മാങ്ങിന്റെ ബോഡിയിലേക്ക് കയറുന്ന ആ നിമിഷത്തിൽ ശ്രീഹരിയുടെ ശബ്ദം ജൂ കേട്ടു. ജൂ, വലിച്ചെടുക്ക്! എന്താണ് ശ്രീഹരി പറഞ്ഞതെന്ന് കൃത്യമായി മനസ്സിലായ ജൂ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. മുന്നോട്ട് കുതിച്ച് ജൂ നേരെ എത്തിയത് ആ ഡീമന്റെ അടുത്തേക്കാണ്. ഡീമന്റെ ബോഡിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തിയ ജൂ അവളുടെ ആ ഫീനിക്സ് സ്പിരിറ്റ് ഒരു വൻ സ്ഫോടനത്തോടെ ആക്ടിവേറ്റ് ചെയ്തതും ആ ഡീമൻ ആ നിമിഷം ഒരു ഓർമ്മയായി മാറി. ഈ കാഴ്ചകൾ കണ്ട് അമ്പരം നിൽക്കുന്ന
ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിനെ നിയന്ത്രിക്കുന്ന ആ ജെയിന്റിന്റെ നേരെ മാർക്ക് ഫെല്ലറും ഒന്ന് കുതിച്ചു. മാർക്കിന് എന്താണ് വേണ്ടെന്ന് അറിയാമായിരുന്നു. ഏതാനും സെക്കൻഡുകൾ അത്രയും വേണ്ടി വന്നുള്ളൂ മാർക്കിന്റെ പഞ്ചുകൾക്ക് ആ ജെയിന്റിനെ അവസാനിപ്പിക്കാൻ. അവർ 3 പേരും അവരുടെ ചെറുപ്പകാലത്തിലേക്ക് മടങ്ങിപ്പോയതാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള മാജിക്കൽ പവറിൽ ലഭിക്കുന്ന മുന്നുള്ള അവരുടെ കാലഘട്ടവും ഇവരുടെ കാലഘട്ടവും നമ്മൾ കമ്പയർ ചെയ്യാനേ പറ്റില്ല. മാർക്കിന്റെ കൈക്കരുത്തിന് മുന്നിൽ ആ ശക്തനായ ജെയിന്റ് ഒന്നും അല്ലാതായി. അയാളും കൊല്ലപ്പെട്ടതും ശ്രീഹരിയും മുന്നോട്ട് കുതിച്ചു. ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ സകല ശക്തിയും വലിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ശ്രീഹരി. അതേസമയത്ത് ശ്രീഹരിയുടെ ശബ്ദം ഫാറ്റി കേട്ടു. ഫാറ്റി, കിട്ടാവുന്നൊക്കെ വലിച്ചെടുക്ക്. അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്ന ആ ജെയിന്റ്, അതുപോലെ ആ ഡീമൻ, അതേപോലെ തന്നെ ആ ആൻസിസ്റ്റർ, ആ ചുവന്ന നദിയുടെ സൃഷ്ടാവ്, ഇവരൊക്കെ ചെറിയ സംഭവങ്ങളൊന്നുമല്ല. അവരുടെ കയ്യിൽ ഒരുപാട് ഡിവൈൻ സ്പെല്ലുകളും ഡിവൈൻ ആർട്ടിഫാക്റ്റുകളും കാണും. അത് മുഴുവൻ സ്വന്തമാക്കാനാണ് ഫാറ്റി സീതുവിനോട് ശ്രീഹരി ആവശ്യപ്പെട്ടത്. ആ 4 സംഘം അതിവേഗമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഹാർട്ടുകൾ ചാങ്മാങ്ങിന്റെ ബോഡിയിലേക്ക് കയറുന്ന അതേ നിമിഷത്തിൽ ചാങ്മാങ് ആ ചുവന്ന റിവറിനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിവേഗത്തിലാണ് ചാങ്മാങ് ആ ചുവന്ന റിവർ വലിച്ചെടുക്കുന്നത്. ആ ചുവന്ന റിവറിന്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞ തവണ ലിയുമായി ഏറ്റുമുട്ടിയപ്പോൾ ചാങ്മാങ് വലിച്ചെടുത്തിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ ലിയുവിന്റെ ബോഡിയിൽ നിന്ന് ചാങ്മാങ് വലിക്കുന്നത്. ചാങ്മാങ് ആ റിവർ വലിക്കുന്നതോടുകൂടി ചാങ്മാങ്ങിന്റെ പവർ അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇതിനിടയിൽ ആ 72 ഹാർട്ടും ചാങ്മാങ്ങിന്റെ ബോഡിയിലേക്ക് ചേർന്ന് കഴിഞ്ഞു. ഇപ്പോൾ 81 ഹാർട്ടുകളും ചാങ്മാങ്ങിന് ആയ ആ നിമിഷത്തിൽ ശ്രീഹരി മാർക്ക് ഫെല്ലർ കൊടുത്ത ആ സീൽ ഓഫ് ഹെവൻ റിട്ടേണിംഗ് ചാങ്മാങ്ങിന്റെ ബോഡിയിലേക്ക് ഒറ്റ പ്രസ്. അത് അതിവേഗം ചാങ്മാങ്ങിന്റെ ബോഡിയിൽ അങ്ങനെ പാഞ്ഞു കയറിയതും ചാങ്മാങ്ങിന്റെ ബോഡിയിലേക്ക് അനവധി തരംഗങ്ങൾ ഇങ്ങനെ കയറി പോവുകയാണ്. ചാങ്മാങ്ങിന്റെ ബോഡിയിലേക്ക് ആ സീൽ ഓഫ് ഹെവൻ റിട്ടേണിംഗ് അങ്ങനെ കയറി പോകുന്നതും തരംഗങ്ങൾ ഉണ്ടാകുന്നതും ചാങ്മാങ്ങിന്റെ ബോഡി മുഴുവൻ വല്ലാതങ്ങ് തിളങ്ങുകയാണ്. ആ നിമിഷത്തിൽ ആ എൻറ്റിയർ മിസ്റ്റീരിയൽ സെയിം കിങ്ഡം പൂർണ്ണമായും ഒരു ബെല്ല് കേൾക്കുകയാണ്. വല്ലാത്തൊരു ശബ്ദം. ഒരു പുതിയ ലോഡ് ഉണ്ടാകുമ്പോൾ ആ കിങ്ഡത്തിൽ കേട്ട് പരിചയമുള്ള അതേ ശബ്ദം കേൾക്കുകയാണ്. ആരോ ഒരാൾ ഇതാ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിന്റെ പുതിയ സെയിന്റ് ലോഡ് ആയിരിക്കുകയാണ്. ആ ലോഡ് ആരാണ്? പലതരത്തിലുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തും ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ അതിവേഗതയിൽ മാർക്ക് ഫെല്ലറും ശ്രീഹരിയും ചാങ്മാങ്ങും അതേപോലെ തന്നെ ജൂവും അവർക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഈ കാഴ്ച കണ്ട് അമ്പരം നിൽക്കുകയാണ് റിയ ആലിസ്റ്ററിന് ഒത്തിരി പരിക്കുണ്ട്. റിയ ആലിസ്റ്ററിന് നോക്കിയ മാർക്ക് ഫെല്ലറും ശ്രീഹരിയും അടുത്ത നിമിഷത്തിൽ റിയയും അവരെയും പൂർണ്ണമായും അവിടെ നിന്ന് നേരെ ആ ഇൻസ്ട്രക്ടർ ഓഫ് ഗോഡ്സിനകത്തേക്ക് പിൻവലിച്ചു. സകല സാധനങ്ങളുമായി അവര് ഇൻസ്ട്രക്ടർ ഓഫ് ഗോഡ്സിനകത്തെത്തി. ഇൻസ്ട്രക്ടർ ഓഫ് ഗോഡ്സിനകത്തെത്തിയതും ശ്രീഹരി എല്ലാവരോടായി പറഞ്ഞു, ഞാൻ ഈ ഇൻസ്ട്രക്ടർ ഓഫ് ഗോഡ്സിന്റെ എല്ലാ കമാൻഡ്സും ഒന്ന് നോക്കട്ടെ. ഇത് പൂർണ്ണമായും നമ്മുടെ കൈപ്പിടിയിലായാൽ പിന്നെ നമുക്ക് ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് കേട്ടതും ചാങ്മാങ് പറഞ്ഞു, ഞാൻ എൻ്റെ കൾട്ടിവേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതേസമയത്ത് ജൂവും അത് ചെയ്യണം. മാർക്കും അങ്ങനെ തന്നെ. മാർക്ക് റിയയുടെ അടുത്ത് വന്ന് റിയയോട് പറഞ്ഞു, റിയ, നീയും എന്തെങ്കിലുമൊക്കെ നേടണം. ബാക്കിയുള്ളവർക്ക് ലഭിച്ചതുപോലെ പല സഹായവും അതിനകത്തുനിന്ന് റിയയ്ക്ക് ലഭിക്കും. റിയയും തുറന്ന് കൾട്ടിവേഷൻ ആരംഭിച്ചു. ഏകദേശം 2 മാസം കണ്ടിന്യൂസ് ആയി കൾട്ടിവേഷൻ കഴിഞ്ഞതും ചാങ്മാങ് അതിശക്തനായി ആ സെയിന്റായി മാറി. മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിന്റെ സെയിന്റായി ചാങ്മാങ് ഇത് അവതരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സകല സ്ഥലത്തും ആ ന്യൂസ് പടർന്നു കഴിഞ്ഞു. പുതിയ ഹോളിലോഡ് ഉണ്ടായ കാര്യം എല്ലാവർക്കും അറിയാം. ചാങ്മാങ് മാർക്കിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ ആദ്യം അവസാനിപ്പിക്കേണ്ടത് ആ 3 ഹോളി കോൺഷ്യസുകാരെയാണ്. നേരത്തെ ചെൻ ഷുവാങ് വിചാരിച്ചിട്ടും നടക്കാതെ പോയതാണ് ആ 3 ഹോളി കോൺഷ്യസുമാരെ അവസാനിപ്പിക്കുന്ന കാര്യം. ആ ഫാർമറും ആ ഫിഷർമാനും ആ കളർമാനും 3 പേരും അതിനു മുമ്പുണ്ടായിരുന്ന ഹോളി ലോഡുമായി അടുപ്പം ഉണ്ടാക്കിയവരാണ്. ഒരു കരാറ് ഉണ്ടാക്കിയിരുന്നു. ആ കരാറ് കൊണ്ടാണ് ആ സെയിൻലി കിങ്ഡത്തിന്റെ ഒത്തിരി പവർ അവർക്ക് 3 പേർക്കും കിട്ടിയത്. അവർ ആ പവർ വലിച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് സെയിൻലി കിങ്ഡത്തിന്റെ പൂർണ്ണ പവർ ഇപ്പോൾ അവിടെ ലഭ്യമല്ല. ചാങ്മാങ്ങിന് അവരെ തോൽപ്പിച്ചേ പറ്റൂ. ഈ സമയത്ത് ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാനും ഇവിടുന്ന് ഇറങ്ങിയാണ്. ഇപ്പോൾ സൂഷിങ്ങും മറ്റ് അനവധി ആളുകളും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടാണ് നമുക്ക് ഈ വിജയം നേടാൻ പറ്റിയത്. പരിക്കേറ്റിരിക്കുന്ന ആ സെയിൻ കിങ്ഡത്തിലെ ആ ലോലിതയെ സഹായിക്കാൻ ഞാൻ ചെന്നേ പറ്റൂ.
ഫീനിക്സ് സ്പിരിറ്റിന്റെ അനന്തര അവകാശിയാണ് സാക്ഷാൽ ജൂ. അതുകൊണ്ട് തന്നെ ജൂവിന് ആ സെയിന്റ് കിങ്ഡത്തിലെ ആ ലേഡിയെ സഹായിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീഹരിയും മാർക്കും പിന്നെ തടുത്തില്ല. അവര് ഒരു ആശംസ അർപ്പിക്കാനായി ജൂവിനെ നോക്കുമ്പോഴേക്കും ജൂ അപ്രത്യക്ഷമായി കഴിഞ്ഞു. ചാങ്വാങ് പോയ അതേ ശൈലിയിൽ അവരെല്ലാം തിരക്കിലാണ്. ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ സകല കമാൻഡ്സും സകല റൂൾസും പഠിക്കാനാണ് ഞാൻ ഇനി ശ്രമിക്കാൻ പോകുന്നത്. ഞാൻ ആ സമൂഹത്തിലേക്ക് അടക്കുകയാണ്. ശ്രീഹരി പിന്മാറിയതും പിന്നെ അവശേഷിക്കുന്നത് മാർക്കും റിയയുമാണ്. മാർക്ക് റിയയുമായി നേരെ ലോങ് സിറ്റിയിലെത്തി. ഈ സമയത്ത് റിയയുടെ ശക്തി ഹോളി കോൺഷ്യസ്നസ് ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. മാർക്ക് റിയയുമായി മടങ്ങിയെത്തിയത് ലിങ്ക് സിറ്റിയിലാണ്. ലിങ്ക് സിറ്റിയിൽ മാർക്കിനൊപ്പം റിയ എത്തുമ്പോൾ അവർക്കൊപ്പം ഫാറ്റി സീതുമുണ്ട്. ഫാറ്റി സീതുവിനെയും മാർക്കിനെയും ഒന്ന് നോക്കിയ റിയ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീയാണ് എന്നെ ശരിക്കും എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിച്ചത്. ഡാവോ കോൺഷ്യസ് ലെവലിന്റെ അവസാന ഘട്ടമായ 15ാമത്തെ ലെവലിൽ ഈ റിയ ആലിസ്റ്റർ എത്തിയിട്ട് കാലം ഒരുപാടായിരുന്നു. അവൾ അവിടെ തളയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ആ ഒരു തടസ്സത്തെ മറികടക്കാൻ ഇപ്പോൾ അവളെ സഹായിച്ചത് മാർക്ക് ഫെല്ലറാണ്. ഡാവോ കോൺഷ്യസിന്റെ ആ 15th പീക്ക് പവർ മറികടന്ന റിയ ആലിസ്റ്റർ ഇപ്പോൾ ഹോളി കോൺഷ്യസ് ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. അത് ശരിക്കും റിയക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. അവൾ ശരിക്കും പവർഫുൾ ആണ്. റിയ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ അന്ന് വിടവാങ്ങിയാണ്. അതേസമയത്ത് ഫാറ്റി സീതു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാനും തൽക്കാലം ഇവിടെ വിടുകയാണ്. ഫാറ്റി സീതു കുടുംബത്തിന് ആ ട്രഷർ ഐലൻഡിലേക്ക് മടങ്ങണം. ഇപ്പോ ബാലൻസ് ഉള്ളത് മാർക്ക് ഫെല്ലർ മാത്രമാണ്. മാർക്ക് ഫെല്ലർ ആ ലിങ്ക് സിറ്റിയിൽ നിന്ന് ആ ശവകുടീരങ്ങളുള്ള ഭാഗത്തേക്കാണ് ഇപ്പോൾ നോക്കി നിൽക്കുന്നത്. അവിടെയാണ് സാക്ഷാൽ ഹെവൻലി സിന്നുള്ളത്. ആ ഹെവൻലി സിന്നിനകത്താണ് മാർക്കിന്റെ പ്രിയതമ എമിലി ബ്ലാക്ക് ഉള്ളത്. മാർക്കിന്റെ ഏക ലക്ഷ്യം ഇനി എമിലി അവിടെ നിന്ന് സുരക്ഷിതമായി രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. ഷാങ്മാങ്ങും ജൂവും റിയ ആലിസ്റ്ററും ഫാറ്റി സീതുവും ശ്രീഹരിയൊക്കെ അവരവരുടെ ഡ്യൂട്ടിയിലേക്ക് കടക്കുമ്പോൾ മാർക്കിന്റെ ആ ഏക ഡ്യൂട്ടിയിലേക്ക് മാർക്ക് വീണ്ടും മടങ്ങി വരികയാണ്. എമിലി ബ്ലാക്കിനെ സ്വന്തമാക്കുക എന്നുള്ള ആ ഏക ഡ്യൂട്ടിയിലേക്ക്. മാർക്കിന്റെ കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ കഥ ഇതുവരെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.